നമുക്ക് ആ വചനത്തിലേക്ക് പെട്ടെന്നൊന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. വേദപുസ്തകം 2 ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് ഞാൻ പറയാതെ തന്നെ ഒരു സാമാന്യ അറിവ് എല്ലാവർക്കുമുണ്ട്. എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും. ദാനിയേൽ പ്രവചനം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന വേദഭാഗം, 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം തുടങ്ങിയുള്ള വേദഭാഗങ്ങളൊക്കെ അരാമ്യ പദപ്രയോഗത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ സംസാര ഭാഷയാണ് അത്. എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ നിന്നും വെളിപ്പാട് എന്ന പദത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ മൂലപദങ്ങൾ എന്ന് പറയുന്നത് 2 പദങ്ങളാണ്. ഒന്ന് അപ്പോകാലിപ്സീസ് എന്ന പദവും 2 എസ്കറ്റോസ് എന്ന് പറയുന്ന പദവുമാണ്. അപ്പോകാലിപ്സീസ്, എസ്കറ്റോസ് എന്ന് പറയുന്ന 2 വാക്കുകളുടെ മലയാള അർത്ഥം മറ നീക്കുക എന്നാണ്. നമുക്കറിയാം, നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശമുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റുന്നില്ല. കാരണം മറ്റൊരു മേൽക്കൂര ഇതിൻ്റെ മുകളിലുണ്ട്. ഇതുപോലെ പഴയ നിയമത്തിൽ 4000 കൊല്ലത്തിനിടയിൽ 100 കണക്കിന് ഭക്തന്മാർ ദൈവത്തോട് ചോദിച്ചു, ആകാശം എന്ന തിരശ്ശീലയ്ക്കപ്പുറത്ത് എന്താണുള്ളത്? വ്യക്തമായി, തിട്ടമായി, ശക്തമായി ഒരു മറുപടി ദൈവം കൊടുത്തിരുന്നില്ല. ഊഹങ്ങൾ ഉണ്ടായിരുന്നു. പത്മോസിൻ്റെ പാറപ്പുറത്ത് മുട്ടമടക്കിയ യോഹന്നാൻ്റെ ആത്മീക നേത്രങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ദൈവം പ്രദർശിപ്പിച്ചു കൊടുത്ത വെളിപ്പാടുകളുടെ ഒരു കലവറയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന മുഴുവൻ വെളിപ്പാടാണ്. പണ്ട് കാലത്ത് ഈ പുസ്തകം വായിക്കാൻ തന്നെ ആളുകൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു ചെന്ന ഒരു ബാല്യക്കാരനോട് ആരോ പറഞ്ഞത്രേ, നിന്നോട് ആര് പറഞ്ഞു വെളിപ്പാട് പുസ്തകം വായിക്കാൻ? വേറെ ഒരു പുസ്തകവും വായിക്കാൻ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു വിട്ടത് തമാശ രൂപത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഇത് ഒരു പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല. അല്പം സമയം കണ്ടെടുക്കാമെങ്കിൽ ഇതിനകത്തുള്ള ചിന്തകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ പുസ്തകം മുഴുവൻ വെളിപ്പാടാണെന്ന് വെറുതെ ഒരോളത്തിന് പറഞ്ഞതല്ല. 1-ാം അധ്യായം മാറത്ത് പൊൻകച്ച കിട്ടിയ മനുഷ്യപുത്രൻ്റെ സദൃശനായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. 2-3 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ സഭ ഭാവിയിൽ കടന്നു പോകും എന്ന് വേദചിന്തകന്മാർ വിവക്ഷ നൽകുന്ന, അന്ന് ചിതറിക്കിടന്നിരുന്ന 7 സഭകൾ, എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ 7 സഭകളെ മുൻനിർത്തിക്കൊണ്ട് ഈ സഭകളിൽ കാണുന്ന സ്വഭാവ സവിശേഷതകൾ ദൈവസഭയിൽ ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ വെളിപ്പാടാണ്. 4-ാം അധ്യായത്തിൽ 24 മൂപ്പന്മാർക്ക് നടുവിലുള്ള ദൈവിക സിംഹാസനത്തിൻ്റെ വെളിപ്പാടും, 5-ാം അധ്യായത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം ദാവീദിൻ്റെ വേരും ശുഭ്രനക്ഷത്രവുമായവൻ തുറക്കുന്നതിൻ്റെ വെളിപ്പാടുമാണ്. 6-ാം അധ്യായം മുതൽ സുമാർ 16-ാം അധ്യായം വരെ സഭയുടെ ഉൽപ്രാവണാനന്തരം എതിർക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടമായ 7 വർഷത്തിൻ്റെ 2ാമത്തെ പകുതിയായ 3.5 കൊല്ലത്തിനിടയിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്കെന്ന 60-ൽ പരം ബാധകളുടെ വെളിപ്പാടാണ്. 17-ൽ മർമ്മം മഹദിയാം ബാബിലോൺ, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാടാണ്. 18-ൽ മഹദിയാം ബാബിലോണിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാടാണ്. 19-ൽ ആത്മീക മണവാളനും പ്രിയനും തോഴനും കാന്തനുമായ ക്രിസ്തു, മണവാട്ടിയും പ്രിയയും തോഴിയും കാന്തയുമായ സഭയെ വേളി കഴിക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹത്തിൻ്റെ വെളിപ്പാടാണ്. 20-ാം അധ്യായത്തിൽ ബൈബിളിൽ 11 സിംഹാസനങ്ങളും 7 ന്യായവിധികളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട രക്ഷിക്കപ്പെടാത്തവരുടെ ന്യായവിധിയായ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധിയും, ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം യെരൂശലേമിൽ കസേരയിട്ട്
രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുവാൻ വരുന്ന സഹസ്രാബ്ദ വാഴ്ചയും കുറിച്ചുള്ള വെളിപ്പാടാണ്. 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതിൻ്റെ വെളിപ്പാടാണ്. 22 കർത്താവിൻ്റെ സഭ അഥവാ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി നിത്യതയിലേക്ക് മറയുന്നതിൻ്റെ വെളിപ്പാടാണ്. 22 അധ്യായങ്ങൾ, 404 വാക്യങ്ങൾ. ഭൂമിയിൽ ചവിട്ടു നിൽക്കുന്ന മനുഷ്യൻ നോക്കിക്കാണുന്ന നീലാകാശത്തിന് അപ്പുറത്ത് എന്തുണ്ട് എന്ന ചോദ്യത്തിന് അച്ചടി മഷിയിൽ കൂടെ കടത്തിവിട്ട് പുസ്തക രൂപത്തിൽ കുത്തിക്കെട്ടി ഈ വെളിപ്പാടുകളുടെ കലവറ 100 രൂപ മുതൽ 10,000-ഓ 1.5 ലക്ഷമോ കൊടുത്താൽ കിട്ടുന്ന മനോഹരമായ സത്യവേദ പുസ്തകമായി നമ്മുടെ കയ്യിൽ ഈ വെളിപ്പാടുകളുടെ കലവറ കൈയടക്കത്തോടെ ഭദ്രമായി തന്ന ദൈവത്തെ ഇന്ന് രാത്രിയിൽ ആദ്യമായി നാം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാക്യം 3. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ വ്യക്തവും തിട്ടവുമായി പറയുന്നതിൻ്റെ പേരാണ് പ്രവചനം. അങ്ങനെ 600,000 പ്രവചനങ്ങൾ ചരിത്രത്തിൻ്റെ ഭൂതകാലങ്ങളിൽ നിറവേറി ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ അവ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഭൂതകാലം എത്രയോ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിലും വേദപുസ്തകത്തിൻ്റെ ദൈവവിശ്വാസീയത ദൈവമെന്നും അരക്കിട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കുലി പരിമിതമായ പ്രവചനങ്ങൾ, ലോട്ടറിക്കാരൻ പറയുന്ന പോലെ വിരലിൽ എണ്ണാവുന്ന പ്രവചനങ്ങൾ മാത്രമേ ഇനി അനധിവിദൂര ഭാവിയിൽ നിറവേറുവാനായിട്ട് ഉള്ളൂ. നിറവേറിക്കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറാനുള്ളതുമായ പ്രവചനങ്ങളാൽ നിബിഡീകൃതമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ടാണ് ആ വാക്ക് വരാൻ കാരണം ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ എല്ലാ യോഗങ്ങൾക്കും പ്രാർത്ഥിച്ച യോഗം തുടങ്ങുന്നതിന് മുൻപ് വരുന്നയാളാണ്. ഏകദേശം എൻ്റെ ജീവിതാനുഭവത്തിൽ 43 വർഷമായി ഇന്ന് വരെ ഞാനൊരു യോഗത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ചെന്നതായി എൻ്റെ അറിവിലില്ല. എങ്ങാനും വല്ല ബ്ലോക്കിൽപ്പെട്ടെങ്കിൽ അബദ്ധത്തിൽ ചെന്നു എന്നുള്ളതല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെന്നിട്ടില്ല. ഞാൻ ഇന്നത്തെ യോഗത്തിനും പ്രാർത്ഥിച്ചു തുടങ്ങും മുൻപ് പിറകിലുണ്ടായിരുന്നു. പാട്ടിനോടൊരു പ്രത്യേക ആദരവും സ്നേഹവും കമ്പവും ഉള്ളതുകൊണ്ട് എല്ലാ പാട്ടും എനിക്ക് മുഖതാവിൽ കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ വരാത്തത്, അല്ലാതെ മറ്റൊന്നും വിചാരിച്ചിട്ടല്ല. അത് പാട്ടുകാർക്കറിയാം. യോഗം തുടങ്ങുമ്പം ഞാൻ പിറകിലുണ്ടാകുമെന്ന് അവർക്കറിയാം. ഇല്ലയോ? ഈ പറയുന്നൊക്കെ നേരായ കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ബൈബിളും കൊണ്ടാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു ഇതെല്ലാം തുറന്ന് വായിക്കാനായിരിക്കുമെന്ന്. പക്ഷേ വെളിപ്പാട് പുസ്തകം 1-3 വായിക്കാമെന്ന് പറഞ്ഞപ്പം എല്ലാവരും നോക്കിയിരിക്കുന്നു. വന്നതുപോലെ തന്നെ തുറക്കാതെ കൊണ്ടുപോകുന്നവരും കാണും. ദൈവത്തെ ഓർത്ത് യോഗത്തിന് വരുന്നവർ വേദപുസ്തകം തുറക്കണം, തുറന്നിട്ടത് വായിച്ചു പഠിക്കണം. ഞങ്ങൾ തുറന്ന് വായിച്ചു പഠിച്ചേച്ചാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനാരാണ്? ഭാഗ്യവാൻ. ഭാഗ്യവാനാകാൻ ലോട്ടറി ഒന്നും എടുക്കണ്ട. ഇന്ന് യോഗം തുടങ്ങും മുൻപ് തന്നെ ഇദ്ദേഹം ഭാഗ്യവാനായി കഴിഞ്ഞു. എന്താ കാര്യം? വായിച്ചത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും, അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം മുതൽ അദ്ദേഹം മിക്കവാറും വായിക്കാൻ സാധ്യതയില്ല, ഞങ്ങൾ വായിച്ചോളാം, ഭാഗ്യവാനായി തീരുന്നല്ലേ എന്ന്. ആവേശം അതിരുവിടരുത്. ഏതെങ്കിലുമൊക്കെ വാക്യം വായിക്കാൻ കിട്ടുമ്പോൾ ബൈബിൾ റെഫറൻസിന് സീൽക്കാര ശബ്ദത്തോടെ പേജുകൾ മറിക്കുന്ന പോലെ ആരും വലിച്ചു കീറരുത്. സമാധാനമായിട്ടിരിക്കണം. ഞാൻ പറയുന്ന പോലെ യൂത്ത് ആയ ആളുകൾ വായിക്കട്ടെ, മൂത്തവർ ശ്രദ്ധിച്ചിരിക്കണം. 3-ാമത്തെ വാക്ക് നിങ്ങൾക്കുള്ളതാണ്. കേൾക്കുന്നവൻ ഭാഗ്യവാൻ. കേൾക്കുന്നവൻ ഭാഗ്യവാൻ.
ഉറക്കം തൂങ്ങി ഒന്നും ഇരിക്കരുത്, കേൾക്കണം. ഈ സൗണ്ട് ബോക്സിൽ കൂടെ ധാരാളം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരല്പം പിറകിലേക്ക് പോകേണ്ടി വരും. ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാരെ താണജാതിക്കാരെ കണ്ടാൽ വഴിമാറുന്ന അടിയുടെ അങ്കുലത്തിൻ്റെ കണക്കുകളാണ്. 64 അടിയും 32 അടിയും 16 അടിയും ഒക്കെ മാറിപ്പോകണമായിരുന്നു. അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് അന്നത്തെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറയാം. അന്നൊരു കിരാതമായ നിയമം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഈശ്വരനാമം താണജാതിക്കാരൻ ജപിക്കരുത്. ജപിച്ചാൽ അവൻ്റെ നാവിനെ കുത്തി മുറിവേൽപ്പിക്കണം. ഈശ്വരനാമം താണജാതിക്കാരൻ കേൾക്കരുത്. കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. അഴിക്കാനാകാത്ത ഈ അന്ധകാര നിയമങ്ങൾ നാടു ഭരിച്ചിരുന്ന ഈ മലയാളക്കരുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ വിളപ്പിൽശാല എന്ന സിറ്റിയുടെ നെഞ്ചിൽ ചവിട്ടി ഞങ്ങൾ പറയുന്നു, ഈ വചനം കേൾക്കുന്ന ഒരുത്തൻ്റെയും ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ടി വരില്ല. ഈ നാമം എടുക്കുന്നവൻ്റെ നാവിൽ ഒരു കെട്ടും ശേഷിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ആവേശത്തോടെ ഇങ്ങനെ പറയട്ടെ, ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയ മലയാളക്കരുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആർക്കും എടുക്കാനാകാത്ത ശമരുടെ മണ്ണിൽ കാലുകുത്തിയ കർത്താവാണ് ലോകത്തിൽ ആദ്യമായി ജാതി വ്യവസ്ഥ ഇല്ലാതാക്കിയതെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ യേശുവിൻ്റെ വചനം ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റി ഇതിനകത്തൊരു വിടുതൽ കർത്താവ് നൽകും എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 3-ാമത്തെ വാചകം മറക്കണ്ട, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 2 കാര്യങ്ങൾ താഴെ പറയുകയാണ്. സമയം അടുത്തിരിക്കുന്നു. എന്തിനുള്ള സമയം അടുത്തിരിക്കുന്നു? 2 കാര്യങ്ങൾക്കുള്ള സമയം അടുത്തിരിക്കുന്നു. 1, മരണത്തിന് ഉള്ള സമയം അടുത്തിരിക്കുന്നു. പണ്ടത്തെ പോലെ ആയുസ്സൊന്നും ഇനി അധികം ഇല്ല കേട്ടോ. 969 നിന്ന് കൂപ്പുകുത്തി വീട് 120 വന്നു. സങ്കീർത്തനത്തിൽ മുന്നറിയിപ്പ് നൽകി 70 ഏറെയായാൽ 80. ഏറെ റബ്ബർ ബാൻഡ് പോലെ വലിച്ചാൽ കിട്ടുന്ന എന്താണ് താഴെയുണ്ട്? കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖവുമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പം പറയുന്ന മനുഷ്യൻ നിർജീവന്മാരാകുമെന്ന്. 35 വയസ്സ് കഴിഞ്ഞവർക്ക് ആയുസ്സിനെ പേടിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ടാബ്ലറ്റും കൂടെ വേണ്ടിവരും എന്നാണ് ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഉറപ്പിക്കാം, ആയുസ്സിൻ്റെ അന്ത്യമാണ്, മരണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. 2, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. പാസ്റ്റർ 3 ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പം നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചു. ഞാനും ശ്രദ്ധിക്കാറുണ്ട്. ഞാനങ്ങനെ ആളുകളെ ഒത്തിരി നേരം പ്രസംഗത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹല്ലേലൂയ പറ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമല്ല. എന്നാലും അത്യാവശ്യമൊക്കെ ഇടയ്ക്കൊന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നും ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണെന്നും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്നും അങ്ങ് ധരിച്ചോളും. അതൊരു വലിയ കാര്യമാണ്. മരണത്തിലുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാളും സ്തോത്രം പറയുന്നത് ഞാൻ കേട്ടില്ല. ഏതായിരുന്നാലും മരണത്തെ നമുക്ക് പേടിയില്ല എന്നൊക്കെ പറയുമെങ്കിലും പേടിയുണ്ടെന്നുള്ളത് ആ മൗനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അത് വിടാം. എന്നാൽ കർത്താവ് മടങ്ങി വരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു സ്തോത്രമല്ല ഞാനും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ കുറേയായി. പണ്ട് കാലത്തെ പെന്തക്കോസുകാരിടയിലാണ് യേശു വരുന്നു എന്നൊരു പദം വീണാൽ മൺകലത്തിൽ മലര് പൊട്ടുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറയുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരുടെയും ഒരു പെന്തക്കോസ്ത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. കാലം മാറി, കഥ മാറുകയാണ്. ഇന്ന് യേശു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ടം കണ്ടാൽ അങ്ങേരിപ്പം എന്തിനാണ് ഇത്ര ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾ ആർപ്പിട്ടാലും ആർപ്പിട്ടില്ലെങ്കിലും, നാട്ടുകാരെ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും,
പതിറ്റാണ്ടുകളായി ഏത് കവലയിലും രഹസ്യമായും സഭയിൽ പരസ്യമായിട്ടുമൊക്കെ, പരസ്യമായും രഹസ്യമായിട്ടുമൊക്കെ പതിറ്റാണ്ടുകളായി ഞങ്ങൾ ആവേശത്തോടെ പ്രസംഗിക്കുന്ന വിഷയമാണ് യേശുവിൻ്റെ വരവ്. അതിന് ഇനിയും നാളുകൾ അധികമില്ല, ഇനിയധികം കാലങ്ങൾ അധികമില്ല. ഈ യോഗങ്ങളൊന്നും ഇനിയും അധിക നാളുകളിൽ വിളപ്പിൽ ശാലയിൽ മുഴങ്ങി കേൾക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ ശബ്ദവും കർത്താവിൻ്റെ മടങ്ങിവരവും വാതിൽക്കൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന അങ്കുലി പരിമിതമെങ്കിലും കുറച്ചാളുകൾ ഇതിനകത്ത് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗത്തിൻ്റെ ചില ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം സംബന്ധിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുള്ള വേദിയല്ലെന്നറിയാം. 150-ലേറെ ലക്ഷണങ്ങൾ ഞാൻ പ്രസംഗിക്കാറുണ്ട്. 4ആയിട്ട് തിരിച്ച് ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ എന്ന ഭാഗമൊക്കെ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഇന്നും നാളെയുമായി 2 ദിവസം മാത്രമുള്ളത് കൊണ്ട് 4ആയിട്ട് തിരിച്ച 150 ലക്ഷണങ്ങളുടെ ഭാഗത്തേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. മറിച്ച് ഞാൻ പ്രവേശിക്കുന്നത് സമയം അടുത്തിരിക്കുന്നു എന്ന വാക്കിൽ നിന്ന് യേശുവിൻ്റെ വരവിന് ഒത്തിരി സമയമായിട്ടുണ്ടോ, അടുത്തിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഒരു വാചകം മാത്രം എടുത്ത് ഈ രാത്രിയിൽ 9:15 എൻ്റെ പ്രസംഗം അവസാനിക്കും. കർത്താവിൻ്റെ വരവ് എന്ന വിഷയമായതുകൊണ്ട് എൻ്റെ പിറകിൽ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ഷമുവേൽ ബ്രദറും ഒക്കെ കർത്താവിൻ്റെ വരവുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു പാട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളാണ് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട പാട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ പാടിയാൽ നല്ലതായിരിക്കും. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഭയങ്കര നല്ല പാട്ടാണ്. പ്രതിഫലം തന്നിടുവാൻ ബെസ്റ്റ് പാട്ടാണ്. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നല്ല പാട്ടാണ്, ഒന്നും മാറ്റിവെക്കാനില്ല. അത്തരത്തിൽ പഴയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ പ്രത്യാശ നൽകുന്ന ഒരു പാട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മളതൊന്ന് കൈയടിച്ചു പാടി ആരാധിച്ചിട്ട് വേണം ഇവിടുന്ന് പിരിയാൻ. സ്തോത്രം. നമ്മളെ കൈയടിക്കാരും ബഹളക്കാരുമാണ് നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത്. അവർ ചിന്തിക്കും ഈ പറഞ്ഞൊന്നും ഇവർക്കില്ലെന്ന് വിചാരിക്കും. അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താനല്ല, നമ്മൾ സഭയ്ക്കകത്താണേലും പരസ്യമാണേലും ഈ കർത്താവ് നമ്മുടെ പ്രാണനാഥനാണ്. സഭയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് പറയാനുള്ള വിശ്വാസവും ചങ്കൂറ്റവും പ്രത്യാശയും നമുക്കുണ്ട്. വേഗത്തിൽ സമയമെടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സമയമെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പം എന്തോരം നാളായി ഈ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ടില്ലേ, എന്തോരം നാളായി. പുലി വരുന്നേ എന്ന കഥയും യേശു വരുന്നേ എന്ന പ്രസംഗവും രണ്ടും ഒരുപോലെയാണെന്നാണ് ഇപ്പോഴാളുകൾ പറയുന്നത്. വലിയ പ്രത്യാശകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ഈ മത്തായിയുടെ സുവിശേഷം 24 ഒരു പദപ്രയോഗമുണ്ട്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. യേശുവിൻ്റെ വരവിൻ്റെ സമയം, കാലം എന്നുള്ളത് ഞാൻ ഒന്ന് പരിഷ്കരിക്കുകയാണ്, വചനം പരിഷ്കരിക്കുകയല്ല. കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡാണ്. സുവിശേഷങ്ങളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ ആയിരുന്നു. ആ വരെ എന്നുള്ളതാണ് പ്രത്യേക ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ സമയമായി എന്ന് പറഞ്ഞാൽ അത്ര ഉഷാറില്ല പല ആളുകൾക്കും. എപ്പോഴാ സമയം തോന്നി പിടുത്തില്ല, എന്തൊരു നാളായി പറയാൻ തുടങ്ങിയിട്ട്. കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡാണ്. പക്ഷേ അത് ക്ലിയർ ചെയ്യുന്ന മറ്റൊരു വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരാം. ആ നാളും നാഴികയും അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിപ്പീൻ. അതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലം എന്ന് പറയുമ്പോൾ നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടും. ഏത് കാലമാണെന്ന് ആർക്കറിയാം. പക്ഷെ നാളും നാഴികയും എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? ഒന്ന് വിശദീകരിക്കാം. സ്വന്തം ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നവർ മാത്രം ഒന്ന് കരമുയർത്തിക്കാട്ടെ. കുറച്ച് പേർക്കറിയാം, കുറച്ച് പേർക്ക് സ്വന്തം ജന്മദിനം പോലും അറിയില്ല. എന്നാലും ഈ അറിയാൻ പാടില്ലാത്തവരെ ഓർത്താണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം സ്വന്തം ജന്മദിനം അറിയത്തില്ലെങ്കിലും ഇന്നിവിടെ യോഗമുണ്ടെന്നറിഞ്ഞ് വന്നല്ലോ, അവർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി കൈ പൊക്കിയവരോടാണ് രണ്ടാമത് ചോദിക്കുന്നത്. അത് ഏത് മാസവും ദിവസവുമാണെന്നറിയാവുന്നൊരു കൈ പൊക്കിക്ക്. കുറച്ച് പേരുണ്ട്. അടുത്ത ചോദ്യം, ഞാൻ ചോദ്യം വിടുകയില്ല, ആരും കൈ പൊക്കാനില്ലാതാകുന്നവരെ ചോദിച്ചുകൊണ്ടിരിക്കും.
ഇല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാക്കും. അത് ദിവസം നിങ്ങൾ പറഞ്ഞു കാണും, ചൊവ്വായ ബുധനൊക്കെ. ഏത് മണിക്കൂറിലാണെന്ന് അറിയാവുന്നതിന് കൈപൊക്കിക്ക്. ഒന്നിലേക്ക് തിരിഞ്ഞു. ഇപ്പോഴാരും തലയൊന്നും ചൊറിയരുത്. അല്ല, നേഴ്സ് പിള്ളേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ. ഒന്നിലേക്ക് തിരിഞ്ഞു, ശരി, മണിക്കൂറും പിടിച്ചിട്ടുണ്ട്. ഇനി അതേത് നാഴികയാണെന്ന് അറിയാവുന്നതിന് കൈപൊക്കിക്ക്. നാഴികയും അറിയാമല്ലോ അല്ലേ. ഏത് വിനാഴികയാണെന്ന് അറിയുന്ന കൈപൊക്കിക്ക്. പിടിവിട്ടു. അപ്പം ഇനി ചോദ്യമില്ല. കാരണം ചോദ്യത്തിന് ആരും കൈപോക്കാതാവുമ്പം ചോദ്യം നിർത്തുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം വിനാഴിക അറിയത്തില്ല. ഇപ്പം കാര്യം പിടികിട്ടിയോ? കർത്താവിൻ്റെ വരവിൻ്റെ ഒരു കാലം പറയാൻ നമുക്ക് സാധിക്കുമെങ്കിലും നാളും നാഴികയും പറയാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാനെപ്പോഴാണ് ഉണ്ടായത്? എൻ്റെ അമ്മ പറഞ്ഞു, പടിഞ്ഞാറ് വശത്തെ ഇല്ലിമരം പൂത്തപ്പഴ നീ ഉണ്ടായത്. അതോടുകൂടെ ആ ചോദ്യം ഞാൻ അവസാനിപ്പിച്ചു. ഇനിയും ചോദിച്ചാൽ കുമ്പത്തിലും മീനത്തിലൊക്കെ അന്ന് പറഞ്ഞു കളയും. ഞാൻ അവിടെ കൊണ്ട് അങ്ങ് അവസാനിപ്പിച്ചു. ഡേറ്റ് ഓഫ് ബർത്തൊക്കെ പിന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നാളും നാഴികയും നമുക്ക് പറയാനൊക്കത്തില്ല, കാലം പറയാനൊക്കെ വന്ന്. അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാനാണ് യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നത്. അദ്ദേഹം ലേഖനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം ഇന്ന് രാത്രി വിശദീകരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ബാക്കി പറയാമോ? അന്ത്യ കാലമല്ല അദ്ദേഹം പറയുന്നത്, പിന്നെന്തുവാ? അന്ത്യ നാഴിക. അന്ത്യ നാഴിക. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ മൂർച്ച ഞാൻ കൂട്ടുകയാണ്. യേശു വരാൻ കാലമായി എന്നുള്ളതിനേക്കാൾ യേശു വരാൻ നാഴിക അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതോ കാലത്ത് എങ്ങാണ്ടൊരുവൻ ഏതൊക്കെയോ സ്ഥലത്ത് വരട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. നമ്മുടെ പ്രാണപ്രിയൻ നമ്മുടെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന ആ കടശി നിമിഷങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഇത് അന്ത്യകാലം എന്നുള്ളതിനേക്കാൾ അന്ത്യനായികയാണ്. യേശുവിൻ്റെ വരവിൻ്റെ സമയത്തിൻ്റെ ക്ലൈമാക്സ് ആണെന്ന് പറയാൻ രണ്ട് തെളിവുകൾ ഇന്ന് രാത്രി ഹാജരാക്കിക്കൊണ്ട് പ്രഭാഷണത്തിന് ഞാൻ കുത്തിടും. ബാക്കി നമ്മൾ നാളെ തുടരും. ഒന്നാമത് ഞാൻ ചിന്തിക്കുന്നത്, ഇത് അവസാന കാലം എന്നുള്ളതിനേക്കാൾ അന്ത്യനാഴികയാണെന്ന് പറയാൻ ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നു. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ചിന്ത ഞാൻ പറയുന്നത്, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്. ഈ രണ്ട് കാര്യമേ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. രണ്ട്, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്. ആരും സ്വത്രം പറയാത്ത എന്നാന്നറിയാമോ? എന്തുവാന്ന് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ടാണ് 7ാം ദിവസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞാൽ പിടികിട്ടി, 3ാം ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ 7ാം ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് ഈ രണ്ട് കാര്യമേ പറയത്തുള്ളൂ. ഒന്ന്, ദിവസങ്ങളിൽ 7ാം ദിവസമാണ് ഇപ്പോൾ. രണ്ട്, തലമുറകളിൽ 7ാം തലമുറയാണ് ഇപ്പോൾ. നാട്ടുകാരെ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോ കടമൂട്ടി വീട്ടിൽ പോകാത്തവരോ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒരല്പസമയം ഇത് കേട്ടുകൊണ്ട് വേണം പോകാൻ. കാരണം കടമൂട്ടുന്നത് പോലെ ഇവിടെ സുവിശേഷത്തിൻ്റെ വാതിൽ പൂട്ടാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കട പൂട്ടാതെ നിങ്ങൾ പോകത്തില്ലെന്നറിയാം. പൂട്ടിയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ പൂട്ട് വീഴുമല്ലോ. അതുകൊണ്ട് ഈ മെസ്സേജും കൂടെ കേട്ടേച്ചു പോകാൻ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾ എന്ന ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. എടുക്കൊന്നും വേണ്ട, തുറക്കൊന്നും വേണ്ടെങ്കിലും പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അത് മതി. അവിടെ ദൈവം തമ്പുരാൻ ദിവസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ലളിതമായിട്ടാണ് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. ദിവസങ്ങൾ സൃഷ്ടിക്കുകയാണ്. എത്ര ദിവസമാണ് ദൈവം സൃഷ്ടിക്കുന്നത്? 7 ദിവസങ്ങളാണ്. 1-ാം ദിവസം, 2-ാം ദിവസം, 3, 4, 5, 6, 7. ഇതിൽ നമ്മളോട് ബന്ധപ്പെട്ട ഒരു ദിവസം ഏതാ? 6ാമത്തെ ദിവസമാണ്. 6ാം ദിവസമാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ട 1-ാം ദിവസം സൃഷ്ടിച്ചതാണെന്നൊക്കെ തോന്നിപ്പോകുമെങ്കിലും എത്രാം ദിവസമാണ് സൃഷ്ടിച്ചത്? 6ാം ദിവസമാണ്. നമുക്ക് ചേരുന്ന സംഖ്യ ഏതാ? 6 വരച്ച് നോക്കിക്കേ നിങ്ങളൊരു വലിയ ബോർഡിനകത്ത്. 6 തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? നേരെ മുകളിൽ നിന്നാണ്. നമ്മളെല്ലാം വന്നത് എവിടെ നിന്നാ? ഏത് ഹിന്ദു ആണേലും ക്രിസ്ത്യാനി ആണേലും ഏത് മതക്കാരനാണേലും സുഹൃത്തെ വന്നത് എവിടെ നിന്നാണെന്നറിയാമോ? നേരെ മുകളിൽ നിന്നാണ് വന്നത്. നേരെ ലംബമായിട്ട് ഇങ്ങോട്ട് വരികയല്ല. ആർക്ക് കീഴടങ്ങാത്ത വരവൊന്നുമല്ല. വരുന്ന വരവ് കണ്ടോണം. കണ്ടോ? 9 മാസം, 9 ദിവസം, 9 നാഴിക, 285 ദിവസം ആർച്ച് പോലെ
അമ്മയുടെ ഗർഭപാത്രത്തിൽ അടങ്ങി ഒതുങ്ങി മര്യാദക്കെയാണ് ഇവിടെ എല്ലാവരും ജനിച്ചത്. പിന്നെ ഇപ്പം കാണുന്ന മര്യാദകളൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? സിറ്റിയിലൊക്കെ എന്ത് മര്യാദയായിട്ടാണ് നിൽക്കുന്നറിയാമോ? നല്ല നേരിട്ട ചങ്കന്മാര്, ചെറുനാരങ്ങ കയറ്റി വയ്ക്കാവുന്ന കൊമ്പൻ മീശുള്ളവരൊക്കെ ടൗണിലൊക്കെ തെക്കുന്നിരക്കിൻ്റെ മര്യാദകൾ നിൽക്കുന്നത് കാണാം, വളരെ ശാന്തമായിട്ട്. അത് കണ്ടപ്പോൾ ഒരു എഴുത്തുകാരൻ താഴെ എഴുതി ഇങ്ങനെ, എന്താ, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. ഈ നിപ്പിന്റെ പേരാണ് എന്തോന്ന്? കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. ഇത് കഴിഞ്ഞ് പിന്നെ എന്തുവാന്ന് നമുക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോ ഈ 6-ാമത്തെ ദിവസം അടങ്ങി ഒതുങ്ങിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞ്, കണ്ടോ, പകുതിയായുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് ജീവിതമൊക്കെ പൂർത്തീകരിച്ച് വന്ന സ്ഥലത്തേക്ക് പോകണം. എവിടേക്ക്? അവിടെ തന്നെ പോകണം. ഇതാണ് ദൈവിക പദ്ധതി. കഷ്ടകാലത്തിന് പോകാൻ ഒത്തില്ല. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും പകുതി എത്തിയപ്പോഴേക്കും അരുത് എന്നൊരു ബോർഡ് കണ്ടു. ഏതാ ബോർഡ്? തോട്ടത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുത്. ഈ അരുത് എന്ന് കണ്ടാൽ അതിക്രമിച്ച് കിടക്കാൻ ഒരു ആവേശം ആദാമിനുണ്ടായിരുന്നു, ഹവ്വയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് കസിനാണ് ആദാം. കാരണം അതേ സ്വഭാവം പകർന്നു കിട്ടിയ കുറേ ആളുകൾ ആരാണ്? മലയാളികളാണെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ അരുതെന്ന ബോർഡ് കണ്ടാൽ പിന്നെ ഒരു ആക്രാന്തമാണ്. ഇവിടെ തുപ്പരുതെന്ന് വായിച്ചാൽ കാർക്കിച്ച് തുപ്പി വൃത്തികേടാക്കിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. പൂ പറിക്കരുത് എഴുതി വെച്ചാൽ 2 പൂ പറിച്ച് ഒരെണ്ണം പോക്കറ്റിട്ടേച്ച് നമ്മൾ പോകത്തുള്ളൂ. ചവിട്ടുപടിയിൽ നിൽക്കരുതെന്ന് പറഞ്ഞാൽ ഏത്തക്കൊല തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങിക്കിടന്ന പോസ്റ്റലിടിച്ച് പിന്നെ KSRTC ഇവർ കേസ് കൂടെ നമ്മൾ പോകത്തുള്ളൂ. പൊതുവഴിയല്ല. നടക്കരുതെന്ന് എഴുതി വെച്ചാൽ പമ്മി പോയി അവിടെ എന്തുവാ നടക്കുന്ന നോക്കി പട്ടി ഓടിക്കും മുണ്ടും മടക്കി കുത്തി തിരിച്ചു പോയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഇവിടെ മൂത്രമൊഴിക്കരുത് എന്നൊരു ബോർഡ് കണ്ടാൽ അവിടെ നിന്നോട് മൂത്രമൊഴിക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അരുത് എന്നൊരു കാര്യം പറഞ്ഞാൽ അത് ലംഘിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. വേദപുസ്തകത്തിൻ്റെ കൽപ്പനകൾ പഠിച്ചിട്ടുണ്ടോ? അരുതായ്മകളുടെ, അതായത് ദൈവാധിപത്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രവണതയാണ് പാപം. ദൈവിക പരിമിതിയുടെ ലംഘനമാണ് പാപം. കൽപ്പനയുടെ ലംഘനമാണ് പാപം. ഹമർട്ടിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക, ഏറുപിഴയ്ക്കുക, കുറിക്ക് തെറ്റുക, കാൽ വഴുതി വീഴുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് ഈ പാപം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ അരുതായ്മകൾ. എന്താ അരുതായ്മകൾ എന്ന് പറയുന്നത്? തിന്നരുത്. തിന്നാൻ നമുക്കൊരു തോന്നലുണ്ടാകുകയാണ്. നമ്മുടെ ഇടയിലും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാണെന്നറിയാമോ? നമ്മുടെ യോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ അനൗൺസ്മെൻ്റ് ഒന്നും മുഴങ്ങിയില്ല. സാധാരണ അനൗൺസ്മെൻ്റ് മുഴങ്ങും, എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കണം, എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെന്തിക്കോസ്തേ യോഗത്തിനൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ട്, മുന്നോട്ട് കയറിയിരിക്കണം. ഞാൻ ചെല്ലുന്ന മിക്കവാറും യോഗങ്ങളിൽ മുൻപിൽ 5-6 കസേര ബാക്കിയാണ്, പിറകിൽ ഭയങ്കര തള്ള. ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, മുമ്പിൽ കസേരയുണ്ട്, പിറകിൽ ഒറ്റ കസേര ഇല്ല. എൻ്റെ കാര്യം അറിയാമോ? ഈ ഉപദേശിമാർ എഴുന്നേറ്റ് പറയും, ദയവായി മുൻപോട്ട് കയറി നിൽക്കണം, ദയവായി മുൻപോട്ട്. ഇത് പറയുന്ന കാരണം അവർ ചിന്തിച്ചു, മുൻപോട്ട് കയറിയിരുന്നില്ലെങ്കിൽ ഇയാളെ എന്നാ ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. ആ ഒരു അരുതായ്മ എന്നാ പറഞ്ഞാലും ഓപ്പോസിറ്റ് ചിന്താഗതിയാണ്. എൻ്റെ പൊന്നു മണിദാസ് പാസ്റ്റേ, ഇത് മുമ്പോട്ട് കയറിയിരിക്കണമെങ്കിൽ ഒറ്റ സൂത്രവാക്യം പറഞ്ഞു വെച്ചാൽ മതി. എന്താ പറയണം? ദയവായി ആരും മുൻപിൽ ഇരിക്കരുത്, എല്ലാവരും പിറകോട്ടിന്ന് പറഞ്ഞു നോക്കിയ ഒരെണ്ണം പിറകെ കാണൂ. എന്നാ മുൻപോട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. പാസ് എന്നാ ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണും. നാളെ ഇത് നടക്കുകയല്ല, കാരണം ഇന്നുള്ളതുകൊണ്ട് അടുത്ത കൊല്ലം ഇതൊക്കെ മറന്നുപോകും. അടുത്ത കൊല്ലം പറഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ അരുതായ്മകൾ കണ്ടോ നിങ്ങൾ? വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, കണ്ടോ, വിഗ്രഹത്തെ ആരാധിക്കരുത്. ന്യായപ്രമാണ കൽപ്പനകളുടെ അവസാനം വരുന്ന ഭാഗം എന്നാ പറയുക? അരുത്, അരുത്, അരുതായ്മകളാണ്. അങ്ങനെ 6-ാം ദിവസമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ മനുഷ്യനെ കീഴടക്കിയവന്റെ ഒരു പേരുണ്ട്, 666, 666. അത് ആരുടെ സംഖ്യയാണ്? മൃഗത്തിന്റെ സംഖ്യയാണെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. 6 മനുഷ്യന്റെ സംഖ്യയാണ്, 666 പിന്നെ മൃഗത്തിന്റെ സംഖ്യയാണ് എന്ന് കരുതിയിട്ട് തെറ്റായി വ്യാഖ്യാനങ്ങളൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അവിടെ കുറേ നാൾ മുമ്പ് ഞാനൊരു മാസികയിൽ വായിച്ചു, പിന്നെ അന്തിക്രിസ്തു വരുന്നത് 3 നിന്നാണ്. നിങ്ങളെങ്ങാനും വായിച്ചോന്ന് എനിക്കറിയാമേല, ഒരു മാസികയിൽ വായിച്ചതാണ്. എതിർക്രിസ്തു വരുന്നത് 3 നിന്നാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കേട്ടോളൂ. അദ്ദേഹം പറയണം, 3 6 ചേരുന്ന സ്ഥലമാണ് മൂന്നാർ.
ഇയാൾ എവിടെ പോയി കണ്ടുപിടിച്ചാന്ന് ആർക്കറിയാം? എനിക്കങ്ങ് അറിയത്തില്ല. എൻ്റെ പൊന്നുവാസ, ഞങ്ങളുടെ നാട്ടിൽ മൂന്നാർ എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. 3-6 ചേർന്ന സ്ഥലമാണ് മൂവാറ്റുപുഴ. അത് ഈ പുള്ളി കണ്ടിട്ടുമില്ല, അത് ആ പുള്ളി കാണുകയും ചെയ്തു. നിങ്ങൾ അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ ഇറങ്ങി പുറപ്പെടരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അന്ത്യക്രിസ്തുവാണെങ്കിലും യേശു ക്രിസ്തുവാണെങ്കിലും വെളിപ്പെടേണ്ട സമയങ്ങളൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് വെളിപ്പെടുന്നതും തലശ്ശേരിലും തലയോല പറമ്പിലൊന്നുമല്ല. കർത്താവ് എവിടെ എടുക്കപ്പെട്ടു? മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. അതുകൊണ്ട് എവിടെ വരും? പോയതുപോലെ വരണമെങ്കിൽ മേഘങ്ങളിൽ തന്നെ കർത്താവ് വരണം. അതുകൊണ്ട് ആകാശത്തിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6-ാം ദിവസത്തിലേക്ക് വരാം. 6-ാം ദിവസമാണ് മനുഷ്യൻ വഴിതെറ്റിപ്പോയത്. ഇവിടെ ഒരു ഞാൻ ചിന്തയിടാം. ചില ആളുകൾ ഈ ബൈബിളിനകത്തെ കൃത്രിപ്പുകൾ കണ്ടുപിടിക്കാൻ കുറേ ആളുകൾ നടക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്ററേ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ മണിമകുടമല്ലേ? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതല്ലേ മനുഷ്യനെ? ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിക്കുവാൻ ഉള്ള കഴിവ്, ചിരിപ്പിക്കുവാനുള്ള ശൈലി, ഇതെല്ലാം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. സത്യമാ, അത് മൃഗങ്ങൾക്കില്ല. അതുകൊണ്ടല്ലേ നമ്മൾ കരയും, നമ്മൾ ചിരിക്കും. എന്നാ പറഞ്ഞാലും ചിരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ആ മുഖം മിക്കവാറും മൃഗത്തിൻ്റെ മുഖം പോലെ ഇരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഒരു സെൽഫി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഏതെങ്കിലും മൃഗമുണ്ടെങ്കിൽ ഒത്തുനോക്കിക്കോ, രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പം നമ്മൾ കരയണം, നമ്മൾ ചിരിക്കണം, ഇതൊക്കെ മനുഷ്യ സഹജമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ 6-ാമത്തെ ദിവസം സൃഷ്ടിച്ചത് എന്തിനാ ദൈവം മനുഷ്യനെ? 1-ാം ദിവസം ഒരു പ്രയോറിറ്റി കൊടുത്ത് ഉണ്ടാക്കണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവശാസ്ത്രത്തിന് 5 അർത്ഥമാണുള്ളത്. അപ്പോൾ ഇത്രയും പ്രാധാന്യതയുള്ള മനുഷ്യനെ ദൈവം തമ്പുരാൻ 1-ാം ദിവസം സൃഷ്ടിക്കാതെ എന്തുകൊണ്ട് 6-ാം ദിവസം ഉണ്ടാക്കി? ഇനി വേറൊരു കാര്യം കേൾക്കണോ? 6-ാം ദിവസം മനുഷ്യൻ ഉണ്ടാക്കിയ ശേഷം 7-ാം ദിവസം ദൈവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 2:1 അനന്തരം ദൈവം സകല പ്രവൃത്തിയിൽ നിവൃത്തനായി സ്വസ്ഥത, വിശ്രാമം അന്ന് പ്രാപിച്ചെന്ന ആരോ തമാശയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയതോടുകൂടി ദൈവം മതിയാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അവൻ്റെ വിശ്രാമമാണ് 7-ാമത്തെ ദിവസം. എന്നാലും ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ 1-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാതിരുന്നത്? ഉത്തരം, ഞാനൊരു പഴയ ഉപദേശയുടെ പുറകെ നടന്നാണ് ഉപദേശിപ്പണിയൊക്കെ പഠിച്ചത് കേട്ടോ. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാലും അവിടെ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് അല്ലേ നമുക്ക് കിട്ടുന്നേ. ജീവിതത്തിൻ്റെ തനതായ ശൈലികളൊക്കെ ഉപദേശിമാരെ പുറകെ നടന്ന് പഠിക്കണമെന്നാണ് ഞാൻ പൊതുവെ പ്രസംഗിക്കാറുള്ളത്. ഞാനൊരു ഉപദേശിയുടെ പുറകെ നടന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ വർഷങ്ങളോളം നടന്നാണ് ഉപദേശിപ്പണിയൊക്കെ പഠിച്ചത്. ഞങ്ങളുടെ ബൈബിൾ കോളേജിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തുള്ള, ഈ ഡ്രൈവിങ് പഠിക്കേണ്ടത് വ്യത്യാസം മനസ്സിലായോ? ഈ കിളിയായി നടന്ന് ഡ്രൈവറായാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ക്ലീനറായിട്ട് നടന്ന് ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. അവൻ വണ്ടിയുടെ ബോണറ്റ് പൊക്കി എവിടെയൊക്കെ കടിച്ചു പിടിച്ച് വയറൊക്കെ കൂട്ടിമുട്ടിച്ച് നാട്ടുകാരെ വിളിച്ച് ഉന്തിത്തള്ളി സാറ്റാക്കി അവൻ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കിടക്കും. കാരണം ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് പോലും എവിടാന്ന് ഇതുവരെ അവൻ കണ്ടിട്ട് പോലുമില്ല. അവർ ഈ വളയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്ലച്ചും ബ്രേക്കും ഇങ്ങയുടെ കാലയിലായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് സുവിശേഷ വേലക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഏത് കോളേജിൽ ഏത് VTH BD എടുത്തെന്ന് പറഞ്ഞാലും ഓരച്ചാൽ കത്തുന്ന തീപ്പെട്ടി കയ്യിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉപദേശിമാരുടെ കൂടെ നിൽക്കണം. അങ്ങനെ ഇന്ന് പഠിച്ചാണ് നമ്മൾ ഇതിനകത്തൊക്കെ ശീലങ്ങൾ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ പാസ്റ്റർ ചോദിച്ചു, ഞങ്ങളുടെ അദ്ദേഹം വലിയ പാസ്റ്ററും ഞാൻ കൊച്ചു പാസ്റ്ററും അങ്ങനെ ആ പാസ്റ്ററൊക്കെ ആയി. ഇതിപ്പോൾ തുടങ്ങുമ്പോഴേ വലിയ പാസ്റ്ററാണ്. ഏതായിരുന്നാലും ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, ഈ 1-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കാതെ എന്തുകൊണ്ട് 6-ാം ദിവസം ഉണ്ടാക്കിയത്? അദ്ദേഹം രസകരമായ മറുപടി പറഞ്ഞു. പഴയ ഉപദേശിമാരുടെ കയ്യിലുള്ള മറുപടി എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര മറുപടിയാണ്. തിയോളജി ഒന്നും പഠിപ്പിക്കുന്നവർക്ക് പോലും അത്രയും ആശയങ്ങൾ അവതരിപ്പിക്കാൻ അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ജോയി സഹോദര ചിരിയോട് ചീറ്റണ്ട് പറഞ്ഞു, 1-ാം ദിവസം ഉണ്ടാക്കാത്തതിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഉത്തരം പറ. അതെന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ പൊങ്ങച്ചത്തിന് PhD എടുത്തവനാ. ഭയങ്കര പൊങ്ങച്ച മനുഷ്യന്. ഇപ്പം നമ്മുടെ ഈ യോഗത്തിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം നമുക്കറിയാം. പക്ഷേ ഞാൻ പണ്ടൊരു യോഗത്തിൽ ചെന്നു. അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി എന്തോ 468 എന്നും പറഞ്ഞൊരു സീറ്റിംഗ് കപ്പാസിറ്റി എഴുതി ഒരു ഓഡിറ്റോറിയമാണ്. 468 ഞാൻ പ്രസംഗിച്ചു. പിറ്റത്തെ മാസം
അവരുടെ മാസികയിൽ ഞാൻ റിപ്പോർട്ട് വായിച്ചു. അദ്ദേഹം അവിടുത്തെ പാർശ്വ തട്ടിവിട്ടിരിക്കുക, യോഗം നടന്നു, ഇന്നെ പ്രസംഗം ഉണ്ടായിരുന്നു, 1000കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഓഡിറ്റോറിയത്തിൽ ആകെ 468 സീറ്റേ ഉള്ളെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പുള്ളിനെ വിളിച്ചു ചോദിച്ചു, എന്തോ ഈ 1000-ൽ? അപ്പോൾ പറഞ്ഞു, കിടക്കട്ടെ, കർത്താവിൻ്റെ മഹത്വം കിടക്കട്ടെ. അങ്ങനെ നുണ പറഞ്ഞാണോ കർത്താവിൻ്റെ മഹത്വം? ഉള്ളത് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഈ എൻ്റെ ഉപദേശം പറയുക, ജോയിസോവര ഉപദേശിമാരടക്കല്ലോ ഈ പൊങ്ങച്ചത്തിന് PhD എടുത്തവരാ. ഈ ആദാമിനെ എങ്ങാനും 1-ാം ദിവസം ദൈവം നമ്പരെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം കട്ടപ്പോക. എന്നാന്നറിയാമോ? ആദാം പറഞ്ഞോണ്ട് നടന്നതിനെ വെളുപ്പിൽ ശാലയിൽ 1-ാം ദിവസം എന്നെ ഉണ്ടാക്കി, 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഈ കാണുന്ന എല്ലാം ഞാനും അങ്ങേരും കൂടെ ഉണ്ടാക്കിയത്. ഈ ഒരു ഗതികേട് ദൈവത്തിന് വരാതിരിക്കാനാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് അവനെ ഉണ്ടാക്കിയത്. നോ കോംപ്രമൈസ്. 1000 വട്ടം പാപം ചെയ്താലും സ്നേഹത്തോട് തന്റെ കരം പിടിച്ച് മാറോട് ചേർക്കാൻ യേശുവിന് അറിയാം. പക്ഷേ പണവിട ഞങ്ങൾ വിട്ടുതരില്ല, കഴഞ്ഞ് ഞങ്ങൾ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ മഹത്വം മറ്റൊരുവനും കൊടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നാട് മുഴുവൻ ഇളകി വന്നാലും ഞങ്ങളുടെ ബന്ധുക്കോസിലെ അമ്മച്ചിമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസം കുറവാണേലും കൂടുതലാണേലും വിദ്യാഭ്യാസം കുറഞ്ഞവരും കൂടിയവരും ഒക്കെ വഴിത്തലക്കിൽ നിൽക്കുന്നത് ഏത് ദൈവത്തിന് മുമ്പിലും മുട്ടുകുത്തുമ്പോൾ ഞങ്ങളുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും കണ്ടതിന്റെ മുമ്പിലൊന്നും മുട്ടുകുത്തുകയില്ല. കാരണം വെളിപ്പെട്ടതിന്റെ മുമ്പിൽ മാത്രമേ, സത്യത്തിന്റെ മുമ്പിൽ മാത്രമേ മുട്ടുകുത്തുകയുള്ളെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചില്ല. ഇനി അതിനേക്കാളൊക്കെ മനോഹരമായി ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്നാണെന്നറിയാമോ? ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പം ഈ ആദാം നമ്മളുണ്ടായതുപോലല്ല ഉണ്ടായത്. നമുക്കൊരു കൊച്ചുണ്ടാകുമ്പം അത് കണ്ട കമിഴുന്നോ നോക്കുന്നു, മുല്ലപ്പ് പോലുള്ള മൊട്ട പല്ല് വരും നോക്കുന്നു, മുടി വരുന്നു, മുടി പിന്നെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് നോക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വളരുന്നത്. ആദാം അങ്ങനല്ല. ഈ പുള്ളിക്കാരൻ ജനിച്ചപ്പോൾ തന്നെ അരോഗതരുടെ ഗാത്രനായി ഒരു നല്ല മനുഷ്യനെ ജനിക്കുന്നു. എന്തൊക്കെ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കും തമ്പുരാനെ. നമ്മുടെ പിള്ളേർ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഉത്തരം പറയാനുണ്ടോ? ഉണ്ടോ? കൊച്ചു പിള്ളേർ ഉത്തരം പറയാനില്ല. അപ്പം പിന്നെ വലിയ ആൾ ഉത്തരം പറയാനുണ്ട്. അതുകൊണ്ട് 6-ാം ദിവസം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം അവർ 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന്. എനിക്ക് തിന്നാൻ എവിടെ, കുടിക്കാൻ എവിടെ, ജീവിക്കാൻ എവിടെ? ആനയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും പേരിട്ടാൽ മതിയോ? എനിക്ക് ജീവിക്കാൻ ജീവിത പങ്കാളി വേണ്ടയോ? എവിടെ? ഈ ചോദ്യ ശരങ്ങൾ കൊണ്ട് ദൈവത്തെ വീർപ്പ് മുട്ടിക്കാതിരിക്കുവാൻ ആദാമിനെ 6-ാം ദിവസം സൃഷ്ടിക്കും മുൻപ് തന്നെ അവന് തിന്നാനും കുടിക്കാനും ഉള്ളത്, ജീവിക്കാനും ജീവിതം പങ്കിടാനുമുള്ളത് 1-ാം ദിവസം മുതൽ 5-ാം ദിവസം വരെ സൃഷ്ടിച്ചു വെച്ച് വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാതെ, പാക്ക് ചെയ്ത് പൊട്ടിച്ചു വെക്കാതെ, ആരോടും പറയാതെ അവന് വേണ്ടി കരുതി വെച്ചിട്ടാണ് ദൈവം ആദാമിന് ജന്മം കൊടുത്തത്. വിളപ്പിൽ ശാല ദേശനിവാസികളെ, ഇന്ന് രാത്രി യോഗത്തിൽ പങ്കെടുക്കുന്നവരെ, ഞാൻ ഇങ്ങനെ ആ വാക്യം ക്രോഡീകരിക്കട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഞങ്ങളൊക്കെ പെന്തക്കോസ് വരുന്ന കാലഘട്ടത്തിലുണ്ടല്ലോ, ശവക്കോട്ടയില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. സ്വന്തം പറമ്പിൽ മണ്ണില്ലാത്തത് കൊണ്ട് അന്യന്റെ പറമ്പിൽ പാതിരാത്രി ചൂരക്കൊട്ടയ്ക്കകത്ത് മണ്ണ് കോരിക്കൊണ്ടുവന്ന് പാറപ്പുറത്ത് മൺകട്ട കൊണ്ട് ശവക്കോട്ടയുണ്ടാക്കി, ശവക്കുഴി ഉണ്ടാക്കി, അതിനകത്ത് സ്വന്തം മക്കളെ അടക്കം ചെയ്ത ഉപദേശിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആഴിയെന്ന് ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അമ്പര ചുംബിയായി നിൽക്കുന്ന ആലയങ്ങൾ വിട്ടിട്ട് 2.25 സെന്റിനകത്ത് 4 തെറ്റി കെട്ടിപ്പൊക്കി തഴപ്പായ്ക്കകത്തിരുന്ന് ആരാധിക്കുവാൻ കാരണമെന്താ? ചാണകം മെഴുക തറയ്ക്കകത്തിരുന്ന് ആരാധിച്ച് പടുത്തുയർത്തിയ ഈ സഭകളുടെ ആരംഭം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? കരുതുന്ന ഒരു കർത്താവിനെ കരത്തിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന വിശ്വാസമായിരുന്നു. നിങ്ങളുടെ പെൺകുട്ടികളെ ആര് കല്യാണം കഴിക്കും? എവിടെ നിങ്ങൾ മരിച്ചാൽ കുഴിച്ചിടും? നിരവധി അനവധി ചോദ്യങ്ങളൊക്കെ ശിരസിന് മുറ്റും ചുറ്റിക്കറങ്ങിയപ്പോഴും ഞങ്ങൾ പറഞ്ഞു, പിടിച്ചത് പുളിങ്കൊമ്പിലാണ്, കരുത്തനായ ഒരുവനെയാണ്. ഇത് ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇന്ന് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരുവനെ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരുവനെയാണ് ഞങ്ങൾ വിശ്വസിച്ചത് എന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വിളപ്പിൽ ശാല കേൾക്കത്തക്ക നിലവാരത്തിൽ 2 കരവും ചേർത്തടിച്ച് പറയട്ടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയോ.
ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു പോകാൻ എനിക്കധികം സമയമില്ല. ഞാൻ വേദപുസ്തകത്തിലേക്ക് ഓടി വരികയാണ്. മൂന്ന് മക്കളുള്ള വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 1350 വീട്ടുകാരുള്ള അത്തിക്കാട്ട് പള്ളിയിൽ നിന്ന് ശവക്കോട്ട് പോലുമില്ലാത്ത, സ്വന്തമായി സഭാഹാൾ പോലുമില്ലാത്ത പെന്തക്കോസ്തലത്തേക്ക് ഓടിക്കേറിയപ്പോൾ അപ്പൻ അടക്കമുള്ളവർ പറഞ്ഞു, ഇവന്റെ തലയുടെ സ്ക്രൂ എല്ലാം ഇളകി കിടക്കുകയാണ്. പക്ഷേ അന്നത്തെ 15-ാമത്തെ വയസ്സിലും ഇന്നത്തെ 58-ാമത്തെ വയസ്സിലും ഒരേ സ്വരത്തിൽ പറയുന്നു, യേശു കരുത്തനായ ദൈവമാണ്, വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ദൈവമാണ്, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധനായി മറ്റൊരുവനില്ല, പകരം വെക്കാനില്ലാത്ത, ആദരിക്കുവാൻ കൊള്ളാകുന്ന, ആരാധിപ്പാൻ കൊള്ളാകുന്ന, അനുധാവനം ചെയ്യുവാൻ കൊള്ളാകുന്ന ഒറ്റ ഒരുവരെ ലോകത്തിനുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന മറ്റൊരുത്തലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ പകരം വെക്കുവാൻ മറ്റൊരു നാമമില്ല ലോകത്തിൽ എന്ന്. യേശുവിന്റെ കരുതലിനെ കുറിച്ച് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു വിടാം. യേശുവിന്റെ കരുതലിനെ കുറിച്ച്, ആദാമേ, എന്തോ നീ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ ഹൗവയെ ഞാൻ നിന്റെ ഉള്ളിൽ കരുതിയിട്ടുണ്ട് മോനെ എന്ന് മനസ്സിലായി. നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപേ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ദിവസം മുൻപേ കരുതിയിട്ടുണ്ട്. നമുക്ക് അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാഗത്തിലേക്ക് വരാം. നിങ്ങൾക്കറിയാമല്ലോ, അബ്രഹാമേ ബാലന് മേൽ കൈവെക്കരുത്. എന്തോ കൈവെക്കരുത്? അവിടെ നിങ്ങൾക്കറിയാം, പുറപ്പാട് 12 വായിക്കുന്നുണ്ട്, 10-ാം തീയതിയാണ് ആടിനെ പിടിക്കേണ്ടത്, 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അപ്പോൾ ഒരു ദിവസം മുൻപ് കരുതാൻ ദൈവത്തിന് കഴിവുണ്ട്, 4 ദിവസം മുൻപ് കരുതാൻ ദൈവത്തിന് കഴിവുണ്ട്. അബ്രഹാമേ ബാലന് മേൽ കൈവെക്കരുത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കോലാട്ടിന്റെ കൊമ്പ് കാട്ടിൽ കുരുകി കിടക്കുന്നു. ഞാൻ പഠിച്ചു വായിച്ചൊരു കാര്യം പറയാം. ഇസഹാക്കിനേക്കാൾ 1 വയസ്സ് കുറവാണ് ഈ കോലാട്ട് കൊറ്റനെ ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോലാടിന്റെ ആ കൊമ്പ് കാട്ടിൽ കുരുങ്ങണമെങ്കിൽ മിനിമം 14-15 കൊല്ലം കഴിയണമെന്നാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമേ, നിന്റെ മകൻ നിന്റെ കുടുംബത്തിൽ ജനിക്കുന്നതിന് മുൻപ് 1 കൊല്ലം മുൻപ് ആ കുഞ്ഞിന് വേണ്ടി അറക്കപ്പെടുവാനുള്ള കോലാട്ടുകൊറ്റന് ദൈവം അവിടെ ജന്മം നൽകിയിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഏലിയാവിന്റെ കാക്ക വന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് ആ കാക്ക ചരിത്രത്തിലില്ല. ആരൊക്കെയോ പ്രസംഗിച്ചും ഗൂഗിളിൽ തപ്പിയുള്ള വാർത്തയിൽ ഇങ്ങനെയാണ്, നൈജീരിയൻ കാക്കയാണ് പോലും. 750 കൊല്ലം മുൻപാണ് ഏലിയാവിന്റെ കാക്കയെ ദൈവം സൃഷ്ടിച്ചത്. റാവേൽ എന്ന വിഭാഗത്തിൽപ്പെട്ടത്. 3 മീറ്റർ നീളമുള്ള ചുണ്ടാണതിന്. 10 കിലോ ഭാരം ചുമക്കുന്ന കാക്കയാണ്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ കാകാന്ന് പറഞ്ഞ നടക്കുന്ന കാക്കയല്ല. അതൊക്കെ നമ്മുടെ തലയിൽ അപ്പം കൊത്തിക്കൊണ്ട് പോകത്തേ ഉള്ളെന്ന്. അതുകൊണ്ട് അരോഗ ദൃഢഗാത്ര ഏലിയാവിന് കൊടുക്കാൻ 10 കിലോ ഭാരം ചുമക്കുന്ന റാവേൽ എന്ന വിഭാഗത്തിലെ ആ നൈജീരിയൻ കാക്ക സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, യഹൂദ ജനമേ, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അറക്കപ്പെടാൻ 4000 കൊല്ലം മുൻപ് യേശുവിനെ കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി വിളപ്പിൽശാല ദേശം ഞങ്ങൾ പറയുകയാണ്, ചങ്കൂറ്റമുണ്ടെങ്കിൽ നേരെ വാ, വിശ്വാസമുള്ള വേദപുസ്തകം ഉയർത്തിപ്പിടിക്ക്, ആഗ്രഹമുണ്ടെങ്കിൽ മുൻപോട്ട് വാ. ഇന്ന് രാത്രി നിങ്ങൾ അവതരിപ്പിക്കുന്ന ചരിത്ര പുരുഷന്റെ പ്രത്യേകത, താങ്കൾ ജനിക്കുന്നതിന് മുൻപ് 750 കൊല്ലം മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് വേണ്ടി കരുതാൻ കഴിയുന്ന ഒരു കർത്താവിനെയപ്പേ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അവനൊപ്പം പറയാൻ ആളില്ല ലോകത്തിൽ. അച്ഛാ, ഒരു മനുഷ്യന്റെ ആവശ്യം എപ്പോഴാ ആരംഭിക്കുന്നത്? അമ്മിഞ്ഞ പാല് കുടിച്ചോണ്ടാണ് അല്ലേ? ഒരു മനുഷ്യന്റെ ആവശ്യം ജനിച്ചു വീണ കരയും. അമ്മിഞ്ഞപ്പാലാണ് ആവശ്യം. പക്ഷേണാം ബലം ആകാശം മത്സ്യാനാം ഉദകംബലം ദുർബലസബലം രാജ ബാലനാം രോദനം ബലം. കുഞ്ഞു കരയുന്ന പാലിന് വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന്റെ ആവശ്യം ആരംഭിക്കുന്ന അമ്മിഞ്ഞപ്പാലിലാണ്. ഒരു മനുഷ്യന്റെ അവസാനത്തെ ആവശ്യം എന്തുവാ? 2 കുപ്പി കള്ള് ആണോ? അല്ല. നാട് വിട്ടുപോയി അന്തപ്പൻ കാണാനല്ലെന്ന്. ഒന്നുമല്ല. ആധാരവും കീഴാധാരവും മുന്നാധാരവും കാണാനൊന്നുമല്ലെന്ന്. പിന്നെ എന്തോന്നറിയാമോ? അവസാനത്തെ ആവശ്യം എന്ന് പറയുന്നതൊരു ശവപ്പെട്ടിയാണ്. അതിനകത്തെന്തോ ആവശ്യമുള്ളത് നമ്മളത് ആവശ്യപ്പെടാറുമില്ല. അതൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ. ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ആവശ്യം അമ്മിഞ്ഞപ്പാലാണ്. അവസാനത്തെ ആവശ്യം ഒരു ശവപ്പെട്ടിയാണ്. ഒന്നുകൂടെ പറയാം. ആരംഭം അമ്മിഞ്ഞപ്പാൽ, അവസാനം ശവപ്പെട്ടി. ശവപ്പെട്ടിക്കകത്ത് അടക്കം ചെയ്ത് കഴിഞ്ഞും ഒരു 40 ദിവസം കഴിയുമ്പം ഏതാണ്ടൊക്കെ ആർക്കാണ്ടൊക്കെ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന്
എങ്ങാണ്ടൊക്കെ പറയാറുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞോട്ടെ. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്ന് ദൈവത്തിന് ബോധ്യം വന്നാൽ നീ കുടിച്ച അമ്മയുടെ മുലപ്പാലിന്റെ പണം മുതൽ നിന്നെ അടക്കുന്ന പെട്ടിയുടെ പണം വരെ പേയ്മെന്റ് ചെയ്യാൻ ഒരു സ്വർഗീയ ഗവൺമെന്റിനോടൊന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? മോശയെ ഉദാഹരണമായി എടുക്കുകയാണ്. മോശ ജനിച്ചപ്പോഴേ ശിശു ദിവ്യസുന്ദരനായിരുന്നു. അതുകൊണ്ട് അവൻ കുടിച്ച മുലപ്പാലിന്റെ പണം ദൈവം കൊടുക്കാൻ കാരണം മിസ്രയീമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ അത് നിരസിക്കും ദൈവം കണ്ടപ്പോൾ ദൈവം നമ്പരാൻ അവൻ കുടിച്ച മുലപ്പാലിന്റെ പണം കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും കുടിച്ച അമ്മയുടെ മുലപ്പാലിന്റെ പണം കൊടുക്കുവാൻ ചങ്കൂറ്റമുള്ള ഒറ്റ പുത്രന്മാരും ലോകത്തിൽ ജനിച്ചിട്ടില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട ഞങ്ങൾ പറയുന്നു, അപ്പൻ ഞങ്ങളെ ഉപേക്ഷിച്ചവരാ, അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചവരാ, കൂടപ്പിറപ്പുകൾ ഞങ്ങളെ കൈവിട്ടവരാ. പക്ഷെ ഞങ്ങളുടെ മുലപ്പാലിന്റെ പണം കൊടുക്കേണ്ടി വന്നാൽ അതുപോലും കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു ദൈവത്തെയാ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഇനി അടുത്തത് ശവകുടീരം, ശവക്കോട്ട്. പെൺമക്കൾ ഉണ്ടായാൽ എങ്ങനെ കെട്ടിച്ചു വിടും? എവിടെ നിങ്ങൾ താമസിക്കും? അതൊക്കെ ഞങ്ങൾക്കറിയാമെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ വാർദ്ധക്യത്തിൽ മരിച്ചാൽ ഒരുപക്ഷെ 4000 രൂപയുടെ മുരുക്കും പെട്ടി മേടിച്ച് 1000 രൂപയുടെ വർണ്ണക്കടലാസ് ഒട്ടിച്ച് ഏതെങ്കിലുമൊക്കെ കുഴിയിൽ അടക്കം ചെയ്തേക്കാൻ. മോശയുടെ നടപ്പ് കണ്ടപ്പോൾ പറഞ്ഞു, മോശെ കയറി വരാൻ പറഞ്ഞു. നെബോ പർവ്വതത്തിൽ പിസ്ഗാ മലമുകളിൽ തന്റെ മടിയിൽ ഉറക്കിയാണ് ദൈവം മോശയെ യാത്രയാക്കിയത്. അവനെ പെട്ടിയിൽ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെട്ടി മേടിച്ചതും അല്ലെങ്കിൽ ഉണ്ടാക്കിയത് സർവശക്തനായ ദൈവം നമ്പരാനായിരിക്കും. ഞാൻ ഇങ്ങനെ പറയേണ്ടത് കൊണ്ട് അമ്മയുടെ മുലപ്പാലിന്റെ പണം മുതൽ അടക്കുന്ന പെട്ടിയുടെ പണം വരെ കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള ശക്തനായ കരുതുന്ന ഒരു ദൈവം നമുക്കുള്ളതിനായി ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ചിന്തിക്കേണ്ടതൊന്നുമല്ല, 7-ാം ദിവസത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. 7-ാം ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? 7-ാം ദിവസമാണ് സ്വസ്ഥത, അതാണ് ശബ്ബത്ത്, അതാണ് വിശ്രാമം. അതങ്ങോട്ട് മാറിപ്പോയിട്ടോ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശബ്ബത്തുകൾ നിവൃത്തീകരിച്ച യേശുവിനെ കാണാം. എവിടെ അങ്ങനെ കാണുന്നത്? മനുഷ്യപുത്രനോ ശബ്ബത്തിനും കർത്താവാകുന്നു. അപ്പൊ ശബ്ബത്ത് അങ്ങ് മാറിപ്പോയി. ശബ്ബത്ത് മാറിപ്പോയി കഴിഞ്ഞ് ഇപ്പോഴുള്ളത് എന്താണെന്നറിയാമോ? ശബ്ബത്ത് മാറിപ്പോയിട്ട് ഇനിയുള്ളത് ശബ്ബത്തിൻ്റെ അനുഭവം നമുക്ക് വന്നിട്ടില്ല. അത് പ്രത്യേകം ഓർത്തുകൊള്ളാം. ശബ്ബത്ത് എന്ന് പറഞ്ഞ് നിശ്ചനാഴിക നടക്കാനൊക്കത്തുള്ളൂ, മൃഗങ്ങളെ പണിയെടുപ്പിക്കാനൊക്കത്തില്ല, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ശബ്ബത്തിൻ്റെ ആരാധനയൊന്നും ഇല്ലെന്നേ. ഞാനൊക്കെ പെന്തക്കോസിനകത്ത് വരുമ്പോഴുണ്ടല്ലോ, എന്തെല്ലാം ആരാധനയാണെന്നറിയാമോ? തലേ ദിവസം ആരാധന ആരംഭിക്കും. ആത്മതപനം. എന്താ ദിവസം? ശനിയാഴ്ച ഒരു യോഗമുണ്ട്. യോഗത്തിൻ്റെ പേരറിയാമോ? എന്തോ? കാത്തിരിപ്പ് യോഗം. ഇപ്പോൾ നമുക്ക് പലയിടത്തും അതില്ല. പകരം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു യോഗമുണ്ട്, കുത്തിത്തിരിപ്പ് യോഗം. അങ്ങനെ യോഗമുണ്ട് പല സ്ഥലത്തും. കാത്തിരിപ്പ് അവസാനിപ്പിച്ചു, കുത്തിത്തിരിപ്പ് യോഗത്തിലേക്ക് വന്നു. അതുകൊണ്ടൊക്കെ സ്ഥലപ്പെടുത്തൊക്കെ പ്രശ്നങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചാൽ സകല പ്രശ്നവും തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രാപിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കുത്തിത്തിരിപ്പ് യോഗത്തിലൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി ആരാധന. എൻ്റെ പൊന്നച്ച 10 മണിക്കാണ് ആരാധനെങ്കിൽ 9:30 ഒന്ന് മുട്ടുകുത്തുവന്നേ. അരമണിക്കൂർ സ്വോത്രം പറഞ്ഞിട്ടാണ് ആരാധന. 1 മണിക്ക് തീർന്നാൽ പോകുമോ? ഉപദേശി ആളുകളൊക്കെ പോയി ചോറുണ്ടിച്ച് ഉച്ച കഴിഞ്ഞ് വന്ന് ഏതേലും ഒരു തണത്ത് നിന്ന് യേശുവിനെ കുറിച്ച് പരിശോധന നടത്തുവന്നേ. അന്നത്തെ പെന്തക്കോസ് അതാണ് പ്രിയപ്പെട്ടവര്. ഇന്ന് അതൊക്കെ മാറിയില്ലേ? ആ 5 മണിക്കൂറൊക്കെ മാറിയിട്ട് 3 മണിക്കൂറാണ് മിനിമം നമ്മുടെ ആരാധന. ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ ചുരുങ്ങിയിട്ടോ. കോവിഡ് സമയത്ത് ആരാധന 1 GB ആരാധനയാണ്. 1 GB എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരു GB തീരുമ്പം ആരാധന അവസാനിക്കും. ആരാധനയ്ക്കാണെങ്കിൽ ആളുകൾ പള്ളി വരുന്നുമില്ലായിരുന്നു. കോവിഡ് കഴിഞ്ഞിട്ടൊന്നും വല്ലതും ആരാധനയ്ക്ക് വന്നിട്ടില്ലെന്നേ. ആണ് കോവിഡ് കഴിഞ്ഞപ്പം കോവിഡ് എന്താ ആരാധനയ്ക്ക് വരാതിരിക്കുന്നത്? റേഞ്ച് ഇല്ലായിരുന്നു. ആ ആരാധന കഴിഞ്ഞ് പിന്നെ അവൻ നോക്കിയാൽ ഓൺലൈനിൽ പുള്ളിയുണ്ട്. അന്നേരം പുള്ളിക്ക് റേഞ്ച് ഉണ്ട്. പുള്ളി ചന്തലിൽ പോയി പിടിച്ചുകൊണ്ട് വന്നതാണ്. എന്തൊക്കെ തട്ടിപ്പാന്നറിയാമോ?
ഈ കോവിഡ് സമയത്തൊക്കെ ആണെങ്കിലും പിന്നെ കോവിഡ് കഴിഞ്ഞിട്ടും ആളുകൾ ആരാധിക്കാൻ പലരും വന്നിട്ടില്ല. 35% ആളുകൾ ആ കാലത്ത് പള്ളി കയറിയില്ലെന്നാണ് പറയുന്നത്. ആണ്ടൊരു പാസ് വിളിച്ചു, അമ്മാമ്മേ എന്താ ആരാധിക്കാൻ വരാത്തത്? അമ്മ പറഞ്ഞു, പാസ്റ്റർക്ക് എന്നാ പാസ് പറയുന്നേ, പുറത്തിറങ്ങാൻ മേല, കോവിഡാണ് മൊത്തം ആകപ്പാടെ പ്രശ്നമാ. തന്നെയുമല്ല TV-യിൽ ആരാധനയുണ്ടല്ലോ, നല്ല ആരാധനയുണ്ടല്ലോ, എന്തോരം പാസ്റ്റർമാർ അവിടെ പ്രസംഗിക്കുന്നത്, എന്തോരം നല്ല പാട്ടുകാരാ. ശമൂവേൽ മാത്രമൊന്നുമല്ല, 100 കണക്കിന് ശമൂവേൽമാർ എന്നാണ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്, പാട്ട് പാടുന്നു. അവിടെ വന്നാൽ എന്നാ പാസ്റ്റർ ഓഞ്ഞ പ്രസംഗവും ഒക്കെ അല്ലേ കിട്ടും. അതുകൊണ്ട് ഞാനിനി അതൊക്കെ ഇപ്പം പാസ്റ്റർ ഏതാ പ്രസംഗിക്കുന്നത്? ഇയ്യോബിൻ്റെ പുസ്തകം എത്ര അധ്യായം? 3, 42 വരാം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടെല്ലാം കഴിയുമ്പം വരാമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ ടിസ്റ്റ് കേൾക്കണം നിങ്ങൾ. ഒരാഴ്ച കഴിഞ്ഞു, പിറ്റത്തെ ആഴ്ചയിലാണ്ട് അപ്പച്ചൻ ബാത്റൂമിൽ നിന്ന് കാല് തന്നെ വീണു. ഉടനെ അമ്മാമ്മ പാസ്റ്റർ വിളിച്ചു, പാസ്റ്റേ ഓടി വായോ. എന്തിനാ? അപ്പച്ചൻ കാല് തന്നെ വീണു, ആശുപത്രി കൊണ്ടുപോകാനാ. മിടുക്കനായ പാസ്റ്ററുടെ സരസമായ മറുപടി, അമ്മച്ചി ആ TV-യിലെ കണ്ടമാനം പാസ്റ്റർമാരില്ലേ, അതിനെ ഓരോരുത്തരെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോക്കാൻ പറഞ്ഞു. പിന്നെ അല്ലാതെ പിന്നെ എന്തോ പറയാനാ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതിനകത്തൊക്കെ ഇരുന്ന് ആരാധിക്കാതെ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ തന്ന ദൈവത്തെ ആരാധിക്കാനായിട്ട് ആലയത്തിലേക്ക് വരണമെന്നായി പറയുന്നു. നിങ്ങൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചാൽ, ശബ്ബത്ത് മാറിയെങ്കിലും ശബ്ബത്തിൻ്റെ അനുഭവം ദൈവമക്കൾക്ക് വന്നിട്ടില്ല എന്നൊരു വാക്യം അതിനകത്തുണ്ട്. അതൊന്ന് വായിക്കാമോ? 4-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ ശബ്ബത്ത് ശേഷിച്ചിരിക്കുന്നു എന്നല്ല, പിന്നെ എന്ത് ശേഷിച്ചിരിക്കുന്നു? ശബ്ബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ ശബ്ബത്ത് മാറി, പക്ഷെ ശബ്ബത്തിലുള്ള ആ വർഷിപ്പിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. മറ്റൊന്നിലും ശ്രദ്ധ ചെലുത്താതെയുള്ള ആ ദൈവത്തിന്റെ കൂടാരത്തിന്റെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് പ്രവേശിക്കണമെങ്കിൽ 7-ാം ദിവസത്തിലേക്ക് വരണം. കണക്കിലേക്ക് വരാം. ആദാം മുതൽ അബ്രഹാം നോഹ കാലഘട്ടം വരെ 2000 കൊല്ലമാണ്. കണക്ക് മറക്കണ്ട. അവിടെ മുതൽ യേശുക്രിസ്തു വരെ 2000 കൊല്ലമാണ്. ഇപ്പൊ എത്രയായി? 4000. ഇനി അവിടെ മുതൽ ഇവിടം വരെ എത്രയായി? 2025 കൊല്ലമായി. അപ്പൊ ആദാം മുതൽ ഇവിടം വരെ മൊത്തം എത്ര കൊല്ലമായി? ഇപ്പം 6025 കൊല്ലം. ഇവിടെ ഒരുപക്ഷെ ആട്ടുകാർ ചോദിച്ചേക്കാം, എന്താ മണ്ടത്തരമായി പറയുന്നത്? പുരാതന കാലത്തെ പട്ടണങ്ങൾ കണ്ടെടുക്കുന്നുണ്ടല്ലോ, കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ദിനോസല ഫോസിലുകൾ കണ്ടെടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഉത്തരമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിന് 2-ാമത്തെ വാക്യത്തിന് വേണ്ടിയുള്ള 4 തിയറികൾ: യോം തിയറി, ഗ്യാപ് തിയറി, തിരമാല സിദ്ധാന്തം. ഒരു ദിവസത്തെ 1000 സംവത്സരങ്ങളായി കാണുന്ന ആ സിദ്ധാന്തമൊക്കെ പഠിക്കുക. ഉത്തരം വരുന്നത് ഇപ്പം അത് പറയുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക. നാം ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. അവിടെ മുതൽ ഇതുവരെ 6025 കൊല്ലമായി. കണക്ക് നിസ്സാരമാ, പിടിച്ചോളൂ. 6025 കൊല്ലമായെങ്കിൽ നമ്മുടെ കണക്കിൽ 6025 കൊല്ലമായി. ദൈവത്തിന്റെ കണക്കിൽ എത്ര ദിവസമായെന്നറിയാമോ? 6 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടാ തെളിവെന്നറിയാമോ? നിങ്ങളുടെ 1000 സംവത്സരങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽ, ബാക്കി പറ, ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയാകുന്നു. അപ്പോൾ ആദാം മുതൽ ഇതുവരെ 6000 വർഷം കഴിഞ്ഞ് 25 കൊല്ലമായെങ്കിൽ ദൈവത്തിന്റെ കണക്കിൽ എത്രയായിട്ടുള്ളൂ? വെറും 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും കാര്യം പിടികിട്ടിയോ പ്രിയപ്പെട്ടവര്? പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. പിതാക്കന്മാരുടെ അടിസ്ഥാനമൊന്നും ഞാൻ മാറ്റുന്നില്ല. പഴയ നിയമത്തിനകത്ത് 6 ദിവസം കൊണ്ട് എല്ലാം തികച്ച് 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നുവെങ്കിൽ, ഈ 7-ാമത്തെ ദിവസം AD 2000 മുതൽ 3000 വരെയുള്ള ഈ 1000 കൊല്ലത്തിനകം സഭ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. സഭ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കണം. സഭ നിത്യതയിലേക്ക് പ്രവേശിക്കണം. ഇത് ദിവസങ്ങളിൽ 7-ാമത്തെ ദിവസമാണ്. സ്വോത്രം പറയാൻ വൈകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾ എന്നേക്കാൾ മിടുക്കരാ കണക്ക് കൂട്ടാൻ. നിങ്ങൾ കണ്ടുകൊടുത്ത പാസ്റ്റേ 7-ാമത്തെ ദിവസമല്ലേ ഇത്? അതെ. 25 കൊല്ലമല്ലേ തീർന്നിട്ടുള്ളൂ? അതെ. ഇനി 975 കൊല്ലം കിടക്കുകയല്ലേ? അതും ശരിയാണ്. 975 കൊല്ലം കിടക്കുമ്പം ഇപ്പം മുതലെന്തിനാ സ്വോത്രം പറയുന്നത്? 7-ാം ദിവസത്തിന്റെ ആരംഭമല്ലേ ആയിട്ടുള്ളൂ? കൃത്യമാണ്. ഉത്തരം പറഞ്ഞേക്കാം. രാജ്ഞി രാജാവിന്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസത്തിന്റെ പ്രഭാതത്തിലാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്
മൂന്നാം ദിവസത്തിന്റെ ആരംഭ സമയത്താണ് ഈ ഇരിക്കുന്ന മണവാട്ടി സഭയ്ക്ക് വേണ്ടി മണവാളൻ ഉയർത്തെഴുന്നേറ്റത്. മൂന്നാം ദിവസത്തിന്റെ പ്രഭാതത്തിലാണെങ്കിൽ ആ യേശു ഒരുക്കുന്ന മണിയറയിൽ ഈ മണവാട്ടി പ്രവേശിക്കുന്നതും ഈ 7-ാം ദിവസത്തിന്റെ ആരംഭ സമയങ്ങളിൽ ആയിരിക്കും എന്ന് അകത്തളത്തിൽ കത്തുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടും. അത് ഓരി ഇടുവാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ പെയ്യുമോ 4.5 മൈൽ ദൂരത്ത് പെയ്യുമോ അറിയുവാനുള്ള കഴിവുണ്ട്. വേണമെങ്കിൽ കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ കോഴിക്കൂട് തുറന്നിട്, മഴ ഇവിടെ പെയ്യുമെങ്കിൽ അകത്ത് കയറും. 4.5 മൈൽ അപ്പുറത്തെ പെയ്യത്തുള്ളെങ്കിൽ കോഴി അകത്ത് കയറത്തില്ല, താറാവും കയറത്തില്ല, അവിടെ തന്നെ നിൽക്കും. പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും താറാവിനുമൊക്കെ പല കാര്യങ്ങളും അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, വയനാട് ചൂരൽമല, അവിടെ ഏതെങ്കിലും ആന ചത്തോ, പട്ടി ചത്തോ, കെട്ടിയിട്ട പൂച്ചയല്ലാതെ കെട്ടഴിഞ്ഞ് ഏതെങ്കിലും മൃഗങ്ങൾ ചത്തോ? ഒന്നും ചത്തിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? മലകൾ കുലുങ്ങി തുടങ്ങുമ്പോൾ മണ്ണ് ഇളകി മാറും. അപ്പോഴേ മൃഗങ്ങൾക്ക് മനസ്സിലായി അടിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. വെള്ളം ആഗിരണം ചെയ്യപ്പെട്ട ശേഷം വെള്ളത്തിന് പുറത്തു പോകാൻ കഴിയാതെ പാറകൾ കീറി വരുന്ന സീൽക്കാര ശബ്ദം നിലത്ത് കിടന്നുറങ്ങുന്ന പുലിക്കും ആനയ്ക്കുമൊക്കെ കണ്ടറിയാൻ പറ്റും. അവർ ജീവനം കൊണ്ട് സ്ഥലം വിട്ടു. ഡൂഡോഫ്ലക്സ് മെത്തക്കകത്ത് കിടന്നുറങ്ങുന്ന നമുക്കൊന്നും മനസ്സിലായില്ല. മരങ്ങൾ കുലുങ്ങി തുടങ്ങുമ്പം പക്ഷികൾ കൂടുവിട്ട് അകന്നുപോയി. ഇന്ന് രാത്രി ഞങ്ങൾ വിളപ്പിൽശാല ദേശത്തോട് പറയുന്നു, ഇവിടുത്തെ മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കടലിലെ കമ്പനവരുടെ സൂചന കിട്ടും. അത് ഓരിയിടുവാൻ തുടങ്ങുമെങ്കിൽ ഇവിടുത്തെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ പെയ്യുമോ 4.5 മൈൽ അപ്പുറത്ത് പെയ്യുമോ കൃത്യമായി സൂചന കിട്ടുമെങ്കിൽ, ചൂരൽ മലയിലെ വന്യമൃഗങ്ങൾക്ക് ഭൂകമ്പത്തിന്റെ സൂചന കിട്ടിയെങ്കിൽ അവന് രക്തം കൊടുത്ത് വീണ്ടെടുത്ത ദൈവസഭയാകുന്ന മണവാട്ടിക്ക് കാന്തനാകുന്ന യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വെളിപ്പെടുന്ന സൂചന എന്തുകൊണ്ട് കിട്ടുകയില്ല? ഇരുകരവും ചേർത്തടിച്ചിട്ട് പറയണം, അവൻ വാതിൽക്കൽ തന്നെ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാ ധരണി തന്നിൽ
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കളിത്തമാശയായിട്ട് കരുതണ്ട. ഇത് ദിവസങ്ങളിൽ 7-ാം ദിവസമാണ്. ഇത് അന്ത്യകാലമല്ല. പിന്നെന്താണ്? നാഴികയാണ്. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. തലമുറകളിൽ ഇതെന്താണ്? 7-ാമത്തെ തലമുറയാണ്. ഏതാ തലമുറ എന്ന് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അവിടെ എത്ര തലമുറയുണ്ട് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ വായിക്കുന്നത് അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. അപ്പം എത്രയായി? 42. അബ്രഹാം മുതൽ പുറകിലോട്ട് ആദാം വരെ 20. 42ഉം 20ഉം 62 തലമുറകൾ കഴിഞ്ഞാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നത്. ഞാനതല്ല പറയുന്നത്. പഴയമത്തിൽ മറ്റൊരു തലമുറയുടെ ചിത്രമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്തേ. ഉൽപ്പത്തി പുസ്തകം എടുത്ത് വെക്ക്. ദൈവമേ, 9:15 പ്രസംഗം നിർത്തുമെന്നും പറഞ്ഞു. 9 ഇങ്ങേര് ഉൽപ്പത്തിയിലേക്ക് പോവുകയാണ്. ചിന്തിക്കരുത്. പെട്ടെന്ന് വെളിപ്പാടിലേക്ക് വരാം. നമുക്ക് പോയി വരാൻ മതി, നേരമൊന്നും വേണ്ടല്ലോ. 5-ാം അധ്യായം എടുത്തേ. അവിടെ തലമുറകളൊരു പാഠമുണ്ട്. ഒന്ന് വായിക്കണം. അവിടെ വായിക്കുന്നത് ആദാമിൻ്റെ വംശപാരമ്പര്യം. ആദാമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. അവൻ്റെ പേരെന്തുവാ? ശേത്ത്. ഒന്നും ചിലക്കറിയില്ല. എന്ന് പറയുന്നത് ആദാമിന് 2 പിള്ളേരേ ഉള്ളൂ. ഒരാളെ കൊന്നു, പിന്നെ മറ്റേ പുള്ളിക്ക് എവിടെ നിന്നാ പെണ്ണ് കിട്ടി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളാണ്. ഇതൊന്ന് വായിച്ച് പിടിച്ചോളേ. അപ്പോൾ മകൻ്റെ പേരാണ് ശേത്ത്. ഇനി ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ആദാം 800-ലേറെ സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം 930. പിന്നെ അവൻ മരിച്ചു. ആദാം മരിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പിള്ളേരും തലമുറകളുണ്ട് കേട്ടോ. ആ 5-ാമതിലെ ഒരു പാരഗ്രാഫ് ഒരു തലമുറയാണ്. 2-ാമത്തെ ഖണ്ഡിക 2-ാം തലമുറയാണ്. 3-ാമത്തെ പാരഗ്രാഫ് 3-ാം തലമുറയാണ്. 4-ാമത്തെ പാരഗ്രാഫ് 4-ാം തലമുറയാണ്. 5-ാമത്തെ പാരഗ്രാഫ് 5-ാം തലമുറയാണ്. 6-ാമത്തെ ഖണ്ഡിക 6-ാം തലമുറയാണ്. 7-ാമത്തെ പാരഗ്രാഫ് 7-ാം തലമുറയാണ്. 7-ാം തലമുറ എന്ന് പറഞ്ഞാൽ അർത്ഥം വല്ലതും പിടികിട്ടി? ഞാൻ ഇച്ചിരി മുമ്പ് ഒരു കാര്യം പറഞ്ഞു. 1000 വർഷമാണ് ദൈവത്തിന് ഒരു ദിവസം. ഇതുപോലെ 1000 കൊല്ലം കൊണ്ടല്ല ഒരു തലമുറ മാറിപ്പോയതെങ്കിലും അവിടെ ഒരു പഠനമുണ്ട്. 2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും ആയുസ് 900-നും 1000-നും ഇടയിലാണ്. ബിദുശാലേഖനൊക്കെ എത്ര അറിയാമല്ലോ? 69. അപ്പം 1000 വർഷമാണ് ഒരു പുരുഷായുസ് പണ്ടുണ്ടായിരുന്നെങ്കിൽ മിനിമം 1000 കൊല്ലം കൊണ്ട് ഒരു തലമുറയെ മാറിപ്പോകുന്നുള്ളൂ. അങ്ങനെ ഒരു കണക്കിലേക്ക് നമ്മൾ വന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളല്ല, പുരുഷായുസിനെ 1000-ആയിട്ട് കണക്കാക്കിയാൽ ഈ 6000 കൊല്ലം കൊണ്ട് ദൈവത്തിൻ്റെ കണക്കിലും എത്ര തലമുറയെ പോയിട്ടുള്ളൂ? 6 തലമുറയെ പോയിട്ടുള്ളൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിളപ്പിൽശാല ഈ കോപ്പറേറ്റീവിൻ്റെ ഓഡിറ്റോറിയത്തിരിക്കുന്ന നമ്മൾ എത്രാം തലമുറയിൽ വരും? 7-ാം തലമുറയിൽ വരും. സ്തോത്രം. ഇവിടെ ഉണ്ടല്ലോ ഇല്ലേ? നാളെ ഇങ്ങനെ കണക്കൊന്നുമില്ല, വേറെ വിഷയത്തിലേക്ക് കിടക്കാം. 7-ാം തലമുറ വരും. പഴയ നിയമത്തിൽ 7-ാം തലമുറയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പഠിക്കണം. അത് തന്നെ പുതിയ നിയമത്തിലും സംഭവിക്കും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 5:21 7-ാം തലമുറ. വായിക്ക്. 5:21 7-ാം തലമുറയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് വായിക്ക്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ. ബാക്കി നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങോട്ട് നോക്ക്. ബാക്കി അറിയാമല്ലോ. അറിയില്ലേ? എന്നാ വായിക്കും. ഞാൻ വിചാരിച്ച അറിയാമെന്ന്. വായിക്കും. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 355 സംവത്സരമായിരുന്നു. 365. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മതി. നന്നായിട്ട് വായിക്കുന്നുണ്ടോ? നല്ല ശബ്ദമാണ്. കേട്ടോ, കുഴപ്പമില്ല. നോക്കിക്കേ. 7-ാം തലമുറയുടെ ഹാനോക്കിന് എന്തോ സംഭവിച്ചു? പറ. നടന്നു പോകുമ്പോൾ ബാക്കി പറ. എടുക്കപ്പെട്ടു. അത്രേ ഉള്ളൂ. അത് എത്രാം തലമുറയെന്നാ പറഞ്ഞ്? 7-ാം തലമുറ. നമ്മളിപ്പോൾ എത്രാം തലമുറയെന്നാ പറഞ്ഞ്? എന്തോ മനസ്സിലായി പറ.
നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലമുറയാണ് 7ാം തലമുറ എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മുടെ ഭാഷയെ പറയാം, ഇന്ന് രാത്രി കേട്ടോ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, വർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സുഹൃത്തെ, രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പോലും എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലമുറയാണ് 7ാമത്തെ തലമുറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് അന്ത്യകാലത്തിലല്ല, നിൽക്കുന്ന അന്ത്യനാഴികയിലാണ്. കണ്ടോ, ഈ ഹാനോക്കിനൊക്കെ പഠിക്കണ്ടായോ? ഹാനോക്കിന് 65 ഒരു കൊച്ചുണ്ടായി. ഇത്രയും കൊല്ലം പുള്ളി ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെയൊക്കെ ജീവിച്ചു. എന്നാ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണെന്ന് നോക്കിക്കേ. നമുക്കൊന്നും വിഷയമല്ല. ഞാൻ ഈ തലമുറയോട് പറയുന്ന മക്കളെ, നിങ്ങൾ കയ്യിൽ വേദപുസ്തകമോ മൊബൈലൊക്കെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക. കോളേജിലേക്ക് നടന്നു പോകുമ്പോൾ, സുഹൃത്തെ, നിങ്ങൾ ജോലിക്കായി കടന്നു പോകുമ്പോൾ, സഹോദരിമാരെ തൊഴിലുറപ്പിനായി കടന്നു പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലമുറയാണെന്ന് 7ാമത്തെ തലമുറ. ഈ സമയത്തൊക്കെ നടക്കുന്ന മരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണം പ്രസംഗിച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്യുന്നു? കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആണ്ട് ഡെഡ് ബോഡിക്ക് വേണ്ടി ഒരു ആൻറ്റി പ്രാർത്ഥിക്കുന്നു. ഡെഡ് ബോഡി എടുക്കും മുമ്പ് ആൻറ്റി കുഴഞ്ഞു വീണ് മരിച്ചു. 2 പ്രാവശ്യം കണ്ടില്ലേ? ആണ്ട് ഒരു പാർശ്വ കർത്തൃമേശ നടത്താൻ വേണ്ടി നിൽക്കുന്നു, ആണ്ട് കുഴഞ്ഞു വീണ് മരിച്ചില്ല, വീണു. നിങ്ങൾക്കറിയാമല്ലോ, ട്രിവാൻഡ്രത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകനായിരുന്നു JC പാറക്കടവിൽ. അറിയാമല്ലോ, JC പാറക്കടവിൽ. അദ്ദേഹം ആണ്ട് റാന്നിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. മകൾ ലിഡിയ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. എന്നാ മരണം വെച്ചാൽ, ഞാൻ 14 മൈൽ പ്രസംഗിക്കുക. അപ്പം എനിക്ക് മെസ്സേജ് വന്നു, JC ആശുപത്രിയിൽ, JC പാറക്കടവിൽ, ജോൺ ചാക്കോലവൻ. ഞാൻ പറഞ്ഞു, അപ്പം അന്ന് എനിക്ക് മെസ്സേജ് ചാളുടെ ഭാര്യയും പിള്ളേരും അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? അപ്പം പറഞ്ഞു, ഇങ്ങനെ സുഖമല്ല. 14 മൈൽ പുളിക്കൽ കവലയിൽ ഞാൻ പ്രസംഗം കഴിഞ്ഞ് ബസ് കയറാൻ നിൽക്കുമ്പോൾ അടുത്ത മെസ്സേജ്, JC യാത്രയായി. നോക്കി നിൽക്കുമ്പോഴാ മരണം. പണ്ടൊരു പാട്ടുണ്ട്, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നവർക്കായെങ്കിൽ. ഇപ്പം അതൊന്നും പാടുന്നില്ല. ഇപ്പം ജീവിക്കാനുള്ള പാട്ടാണ് പാടുന്നത്. മരിക്കാൻ വേണ്ടി പാട്ട് പാടണമെന്നല്ല ഈ പറഞ്ഞത്. അപ്പോൾ ഈ JC പാറക്കടവിൽ പാസ്റ്റർ പേര് എൻ്റെ പേര് ഒരുപോലെ ആയിരിക്കുന്നത്. JC പാറക്കടവിൽ, ജോയി പാറക്കൽ. ഈ പ്രസംഗത്തെല്ലായിടത്ത് ഞാനത് പറയാറുണ്ട് കേട്ടോ. അപ്പം ചില ആളുകൾ തെറ്റിദ്ധരിച്ചു ഞാനാ മരിച്ചത്. ജോയി പാറക്കലാണ്. ഞങ്ങളുടെ അങ്ങോട്ട് വിളിച്ചു വെച്ചു, ജോയി പാറക്കൽ സാറ് മരിച്ചല്ലേ, എപ്പോഴാണ് അടക്കമെന്ന്. അപ്പോൾ അവിടെ നിന്ന് ആലോചിച്ചു, എപ്പോൾ? അല്ല, ഇപ്പോൾ വാർത്ത വന്നു, അന്വേഷിക്കട്ടെന്ന് പറഞ്ഞു. ദൈവാദിനം പോലെ വീട്ടിലോട്ട് ആരും വിളിച്ചില്ല. പക്ഷെ രസകരമായ കാര്യം കേൾക്കണോ? മരണവാർത്തയെ രസകരം പറയാൻ പാടില്ല, നടന്ന കാര്യമാണ്. ഞാൻ കോട്ടയത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം എന്നോടൊരാൾ വിളിച്ചു ചോദിച്ചു, ഞാൻ ചത്തുവോ? ആ വിളിയുടെ ശൈലി കേൾക്കണം. ജോയി പാറക്കൽ പാസ്റ്റാന്നോ? ആന്നു. എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ആദ്യമായിട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അടൂര്, പിന്നെ എവിടാ തൊട്ടപ്പുറത്ത് കടമ്പനാട് നിന്ന്. ഞാൻ പറഞ്ഞു, ഞാനല്ല മരിച്ചത്, JC പാറക്കടവിൽ. ഓ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും കൂടെ സാറോട് ഒന്ന് പ്രസംഗിച്ചതല്ലയോ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും അറം പറ്റിയ വാക്ക് പോലെ ആയിപ്പോയല്ലോ എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. സാറല്ല അല്ലേ? ഞാൻ പറഞ്ഞു, ഞാനല്ല. ആര് മരിച്ചാലും ഒരുപോലെ ദുഃഖം. ഞാൻ ആ നെടുമങ്ങാട് പിറ്റേ ദിവസം പ്രസംഗിക്കുമ്പം JC പാറക്കടവിൽ സാറിൻ്റെ ചടങ്ങ് നടക്കുന്നു. ഞാൻ ചെന്ന് ഈ കാര്യം പറയുന്നത് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പം എപ്പോഴാണ് മരണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ എപ്പോഴാണ് പ്രസംഗം തുടങ്ങിയത്? 7:45. ഇപ്പം സമയം എന്തായി? 9:05. 1 മണിക്കൂർ 20 മിനിറ്റായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്തോ പ്രസംഗിക്കുന്നത്? യേശു വരാൻ പോകുന്നു. പ്രത്യാശ നിർഭരമായി അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗം കേട്ടിട്ടും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ വാ തുറന്നിട്ടുമില്ല, സ്വോത്രം പറഞ്ഞിട്ടുമില്ലെങ്കിൽ ഒന്ന് പിച്ച് നോക്കിയാൽ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. നമുക്ക് പറയാനൊക്കെയല്ല. കാരണം ഞാൻ ചോദിച്ചത്, ഈ 1.5 മണിക്കൂർ വാ തുറക്കാത്ത നിനക്കൊക്കെ ബാക്കി ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്നല്ലേ? ഒരക്ഷരം പറയാൻ 450 മാംസപേശികൾ ചലിപ്പിക്കണമെങ്കിൽ ഇത്രയും പറയാൻ കൃപ നൽകുന്ന ദൈവത്തിന് എന്തിനാ സ്തോത്രം ചെയ്യാൻ മടിക്കുന്നത്? കാസർഗോഡ് സഭയിൽ എഴുതി വെച്ചിരിക്കുന്നു, പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാ മംഗളങ്ങൾ.
ഞാൻ ചോദിച്ചു, അമ്മച്ചി എവിടെ പോയി? അമേരിക്കയിലോ? അല്ല പാസ്റ്റേ, അമ്മച്ചി സ്വർഗത്തിൽ പോയി. അതെന്താണ് ഒരു സഭാ ഹാളിനകത്ത് കൊണ്ടുവന്നിട്ട് മംഗളങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? അത് പാസ്റ്റേ, ഒരു സഭായോഗത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ആരാധനയ്ക്ക് അമ്മച്ചി ഇങ്ങോട്ട് പിള്ളേരെല്ലാം മൊബൈൽ നോക്കി പാടുന്നു. മൊബൈൽ നോക്കി പാട്. ഏത് പാട്ടാ? ശ്രീയേശുനാമം. അതായി മൊബൈൽ നോക്കി. ഇന്നത്തെ പാട്ടുമില്ലാണ്. അമ്മച്ചി പറഞ്ഞു, മൊബൈലൊക്കെ അങ്ങോട്ട് താഴെ വെക്കടി, ആത്മാവിൽ അങ്ങോട്ട് രണ്ടു പിള്ളേരെ ഇടിച്ചു. മൊബൈലൊക്കെ താഴെ വെച്ചവർ ആത്മാവിൽ ആരാധിച്ചു. അമ്മച്ചി തിരിച്ചു വരുമ്പോൾ അച്ചായൻ പറഞ്ഞു, ആണ്ട് 2-3 ആമ്പിള്ളേർ മൊബൈൽ നോക്കിയത് ഒരു ഇടി അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അമ്മച്ചി എന്ന് അവരോട്ട് ഇടിച്ചു. അമ്മച്ചിയല്ലേ ആരൊന്നും പറഞ്ഞില്ല. എന്തായാലും ആരാധന കെട്ടുപൊട്ടിച്ച് മുന്നോട്ട് പോയി. ആ പാസ്റ്റർ അവിടെ പല കാത്തിരിപ്പയോഗം നടത്തിയിട്ട് നമ്പേറ് പൊട്ടിയതല്ലാതെ ഒരെണ്ണം ആത്മാഭിഷേകം പ്രാപിച്ചില്ല. പക്ഷെ അന്ന് 6 കുട്ടികളുടെ കെട്ടുപൊട്ടി. അന്ന് 6 കുട്ടികൾ ആത്മാഭിഷേകം പ്രാപിച്ചു. പാസ്റ്ററുടെ പ്രസംഗത്തിന് സമയം വിട്ടുപോയി. പാസ്റ്റർ വിചാരിച്ചു ആരാധനയല്ലേ, മുന്നോട്ട് പോട്ടെ. 45-ാമത്തെ മിനിറ്റിൽ ആരാധന അവസാനിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഇനി ഇന്ന് പ്രസംഗം വേണ്ട, പ്രസംഗം വേണ്ട. എല്ലാ കുട്ടികളും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചില്ലേ? അപ്പൊ അപ്പച്ചന്മാരുടെ അമ്മച്ചിക്ക്, അമ്മച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ ചെന്നപ്പം അമ്മച്ചി മരിച്ചിട്ട് 42 മിനിറ്റായി. കസേരിക്കുകയാണെന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം ആത്മീകത്തിന്റെ അഗ്നി 6 കുട്ടികളിലേക്ക് അഭിഷേകത്തിന് അഗ്നി പകർന്നു കൊടുത്തിട്ട് കസേരയിൽ പോയിരുന്ന് മരിച്ച കർത്താവിന്റെ അടുക്കലേക്ക് പോയ ആ ഒരു മരണമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാലമാണ് ഈ കാലമെന്നായി പറയുന്നത്. മക്കളെന്ത്യ? 5 പേര്. എവിടെ? 5 ഭൂഖണ്ഡങ്ങളിൽ. എന്തോ ഗുണം? എല്ലാ മാസവും 25,000 വെച്ച് 1.25 ലക്ഷം രൂപ. അമ്മച്ചയ്ക്ക് വേണോ? വേണ്ട. 25,000 അടുത്ത് നിൽക്കുന്ന സുശീലയ്ക്ക് ഹോംനേഴ്സല്ലേ, കൊടുക്ക്. ബാക്കി 1 ലക്ഷം ബാങ്കിനകത്ത്. ആർക്ക് തിന്നാൻ ആർക്കറിയാം? ഞാൻ ചോദിക്കട്ടെ, മലമൂത്ര വിസർജനം സ്വന്തം റൂമിനകത്ത് കിടന്ന് ദുർഗന്ധം വമിച്ചൊരു വീടും മക്കളൊക്കെ വിദേശത്തും ഹോം നേഴ്സായി വേറൊരാളും JCB കൊണ്ട് മറിച്ചിടുന്ന പോലെ വാട്ടർ ബെഡിനകത്ത് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും മുക്കിയും മൂളിയും അങ്ങനെ ഒരു ജീവിതമല്ല ഭക്തന്മാർക്ക് വേണ്ടത്. മറിച്ച് ഇന്ന് പകൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശമൂവേലേ പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലമുറയാണ് 7ാമത്തെ തലമുറ. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രിയപ്പെട്ടവരെ. ബാക്കി നാളെ ചിന്തിക്കാം. പ്രസംഗം തീർന്ന് എഴുന്നേൽക്കാൻ വേദവസം താഴോട്ട് പോയി. സമയത്തിന് മുമ്പേ എന്തെന്ന് ഉപദേശിയെ കണ്ടിട്ടില്ലായിരിക്കുമല്ലേ. എനിക്ക് ഒത്തിരി പ്രസംഗിക്കാണ്ട്, ബാക്കി നാളെ എടുക്കാവുന്നു. ഇന്ന് രാത്രി കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, വിളപ്പിൽശാല ദേശ നിവാസികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം വെച്ചേക്കുക. ഉപദേശിമാരെ, ഇത് 7ാം ദിവസമാണെങ്കിൽ, ഇത് 7ാം തലമുറയാണെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യണം? ഉത്തരം പറയാതെ പോകാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഞങ്ങൾ പറയട്ടെ, സമയങ്ങളും കാലങ്ങളും ഞങ്ങൾക്കുള്ളതല്ലെങ്കിലും കർത്താവ് പറഞ്ഞു, ആകാശം ചുവന്ന് കണ്ടാൽ, തെളിഞ്ഞു കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകുമെന്നും ഇന്ന് നല്ല തെളിവാണെന്നും പറയാൻ അറിയാമെങ്കിൽ എന്തുകൊണ്ട് കാലത്തിന്റെ ലക്ഷണങ്ങൾ വിവേചിക്കുവാൻ കഴിയത്തില്ല? ഈ രാത്രി ദേശനിവാസികളെ, യേശു വരാറായെങ്കിൽ വെറുതെ പോകാനൊക്കത്തില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നാൽ പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ്സിന് നാളെ പോകും. പണ്ട് 11:20, ഇപ്പൊ 12:20 സൗകര്യമായി. പണ്ട് അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഒരു അനൗൺസ്മെന്റ്, എന്തോന്ന് 16-2-3-8 എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ് 3 മണിക്കൂർ വൈകിയേ വരത്തുള്ളെന്ന്. ഒന്നുവെച്ചാ 11:10 വരേണ്ട വണ്ടി 12:10, 1:10, 2:10. ആളുകളെല്ലാം മറ്റു വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങി. ഞാൻ അവിടെ ഇരുന്നിങ്ങനെ നോക്കുകയാണ്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുക. 3 മണി അല്ലെങ്കിൽ 3 മണിക്കൂറിന് 15 മിനിറ്റ് മുമ്പ് പറഞ്ഞു 16-2-3-8 എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ആളുകൾ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഉറങ്ങുന്ന കുട്ടികൾ പറഞ്ഞു, മമ്മി ഉറങ്ങണം, ഉറങ്ങണ്ട, വണ്ടി വരുന്ന തലയ്ക്ക് കിടക്കുന്നവൻ എഴുന്നേൽപ്പിക്കുന്നു. ബാഗ് എടുത്ത് നോക്കുന്നു,
പെട്ടെന്ന് നോക്കി, മൂന്നാമത്തെ പ്ലാറ്റ്ഫോം ആണോ എന്ന് നോക്കുന്നു, ടിക്കറ്റ് കയ്യിലുണ്ടോ എന്ന് നോക്കുന്നു. ഫ്രം എഞ്ചിൻ S7 എവിടെ നിൽക്കും, എഞ്ചിൻ 9-ലാണോ നോക്കുന്നു. നിങ്ങൾക്കെന്ന് മനസ്സിലായി, എല്ലാ സുവിശേഷ പ്രസംഗങ്ങളിലും രോഗബന്ധനങ്ങളും വിടുതലും മാത്രമായി പ്രസംഗിക്കുമ്പോൾ ഇന്ന് രാത്രി വിളപ്പിൽശാല ദേശത്ത് ഇന്നലെ മുതൽ ഞങ്ങൾ കുലുക്കി ഉണർത്തുന്ന സന്ദേശം, നിന്നെ കൊണ്ടുപോകാൻ, രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുപോകുവാൻ മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് യേശു നിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരാനായി പോവുകയാണ്. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ വണ്ടി കയറാനൊക്കത്തില്ല, റിസർവേഷൻ ഇല്ലെങ്കിൽ ഈ വണ്ടി കയറാനൊക്കത്തില്ല. ഇന്ന് രാത്രി ടിക്കറ്റ് ഉണ്ടോ കൺഫേം ചെയ്യുക, ഫ്രം എഞ്ചിൻ കൺഫേം ചെയ്യുക, നിൽക്കേണ്ട പ്ലാറ്റ്ഫോമിലാണോ നിൽക്കുന്നത് കൺഫേം ചെയ്യുക. യേശു വരാറായി. കണ്ണുകളെ അടച്ചിട്ട് ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദേശനിവാസികളെ, പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. യേശു കർത്താവേ, ഇത് സമയം അടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ, ഇത് 7-ാമത്തെ ദിവസവും 7-ാമത്തെ തലമുറയുമാണെങ്കിൽ, കർത്താവിന്റെ വരവിന്റെ ക്ലൈമാക്സ് ആണെങ്കിൽ, അന്ത്യ നാഴികയാണെങ്കിൽ, കാഹളനാദം കേൾക്കുമ്പോൾ എന്നെ കൈവിടാതിരിക്കേണ്ടതിന് ക്രൂശിൽ മരിച്ച യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നിൽക്കേണ്ട പ്ലാറ്റ്ഫോമിൽ നിന്ന് ടിക്കറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് കാഹളനാദത്തിന് ഞാൻ കാതോർക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ കരമൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദി. ഒരുങ്ങി ഇരിക്കുകയല്ല വേണ്ടത്, ഒരുങ്ങി മയങ്ങി കിടക്കുകയല്ല വേണ്ടത്. കാഹളത്തിന്റെ അനൗൺസ്മെന്റ് കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ വിളപ്പിൽശാലയിൽ 3 ദിവസം ഉയരുന്ന ഈ അനൗൺസ്മെന്റിൽ ജനങ്ങൾ ഉറക്കം വിട്ട് ഉണരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസിനകത്ത് വന്നിട്ടും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാത്തവരുണ്ടെങ്കിൽ, മയങ്ങിയവരുണ്ടെങ്കിൽ, ഉറങ്ങിയവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരമാർത്ഥമായ മനസ്സുകളെ ഞങ്ങൾ കൂകി ഉണർത്തുകയാണ്. യേശു വരാറായി, സമയം അടുത്തിരിക്കുന്നു. പ്രസംഗിച്ച ഞാനും കേട്ട പ്രിയപ്പെട്ടവരും കൈവിട്ട് പോകല്ലേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.